വന്യരായ ഉസ്താദ് ഇങ്ങനെ സിരിഞ്ച് കയറ്റി പറഞ്ഞ് ഉസ്താദ്മാരോട് നമുക്കും ഗൾഫ് പോകണം നമ്മളെ പ്രവർത്തകരൊക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞ് തിരികേറ്റി ഇവരോട് സമ്മതം വാങ്ങി ഇവരോട് ദുആ ചെയ്തിറങ്ങി. അങ്ങനെ പോയി. ഇന്നും ചെന്നു നോക്കൂ നിങ്ങൾ, ജിബ്രീ ഹൗസിൽ അതിന്റെ പൊട്ടം എടുത്തു മാറ്റിയില്ലുണ്ടാവും. മർക്കസ് എന്ന ഒരു പരിപാവനമായ സംരംഭം എല്ലാവരും ഒരുമിച്ചുകൂടി. ശംസുലുലമാന്റെ പ്രസിഡന്റായിരുന്നു, മുക്കത്തെ മോയ്മോനാജി അതിന്റെ മെയിൻ കമ്മിറ്റി അംഗങ്ങളായിരുന്നു. ഇങ്ങനെ പലരും ഇന്ന് സമസ്തയിലുള്ള ആളുകൾ ഒന്നായി കൂടിയുണ്ടാക്കി ആ പ്രസ്ഥാനത്തിന് വേണ്ടി പോയി. ആണെന്ന് നല്ലൊരു സംഖ്യ കിട്ടി. കുലൈബ് എന്നൊരു അർബിനെ വീണ് കിട്ടി. ഓരെത്തിങ്ങാനുണ്ടാക്കാൻ മാത്രം ഒന്നായിട്ട് നിധി കിട്ടിയതുപോലെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത പണം കിട്ടിയപ്പോ പിന്നെ വഴിമാറുകയാണ്. നേരത്തെ പറഞ്ഞ അതേ അനുഭവം തന്നെയല്ലേ? ഇങ്ങനെ അള്ളാഹുവിന്റെ ദീന് ഇത് നല്ലൊരു സുദിനമാണ്. അള്ളാഹുവും റസൂലും ഹബീബായ മുത്തുനബിയും തമ്മിൽ കണ്ടുമുട്ടിയ മിഅ്റാജിന്റെ നോമ്പ് നോറ്റിരിക്കുന്ന മുഅ്മിനീങ്ങളോട് നമുക്കാരെങ്കിലും ഗീബത്ത് പറയൽ ലക്ഷ്യമല്ല. അതും പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ട്. നിങ്ങൾ ഉസ്താദ് ഇന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കൽ പൊതുവെ എന്റെ നാട്ടിലൊക്കെ പറയൽ ഇത് കുറ്റം പറയണ്ട ആര്. ഇതിപ്പോ പുതിയൊരു ഐഡിയ. ഈ എന്തിനാ കുറ്റം പറയാൻ നടക്കണേ? നമ്മൾ ആരെയും കുറ്റം പറഞ്ഞപ്പോ നേരം വരെ ആർക്കെങ്കിലും ഒരേ വ്യക്തിപരമായി കുറ്റമാണോ? മൗദൂദി സാഹിബിനെ നമ്മൾ പറയാറുണ്ട്, അബുല്ലാല മൗദൂദിയെ നമ്മൾ പറയാറുണ്ട്. അദ്ദേഹം മുഹമ്മത്തിനെ വഴിതെറ്റിക്കാൻ വേണ്ടി അഖീദയിൽ പോലും ഇടപെട്ട മനുഷ്യനാണ്. ഖിയാമത്ത് നാൾ വരെ പറയും മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിനെ എടുത്തുദ്ധരിക്കുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ട്. ജുബ്ബൈ ഇമാമിനെ കുറിച്ച് പറയാറുണ്ട്. ഒരുപാട് പൂർവികർക്കായി മണ്ണിൽ മറിഞ്ഞുപോയ ഇസ്ലാം ദീനിൽ ഇടപെട്ട് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ലിഖിതങ്ങൾ നടത്തുകയോ സൽമാൻ റുഷ്ദിയെ കുറിച്ച് പറയും. അതുപോലെയുള്ളവരെ കുറിച്ച് പറയാം. ഗീബത്ത് പറയലാണെന്ന് പറഞ്ഞാൽ ഇയാളെടുത്ത പണി എന്താണ്? ആ പണിയെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ വയ്യ. അത് ആത്മീയതയുടെ വിഷയമാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ നിങ്ങൾ നല്ലതുപോലെ ചിന്തിക്കണം. എന്നിട്ട് എന്തുണ്ടായി? ആ അലാവുദ്ദീനുൽ MC തങ്ങളെ മക്കാമിന് കേസ് കൊടുത്ത്. കേസ് എന്തേ സംഭവിച്ച്? അദ്ദേഹം ഔലിയ കറാമത്ത് കാട്ടൂലേ, മരണശേഷം കറാമത്ത് കാട്ടൂലേ, ഇത് വിശ്വസിക്കുന്ന സുന്നികളല്ലേ നിങ്ങൾ എന്ന് മറുവിഭാഗത്തോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന് മറുപടി അറിയണം, വേറെ എന്തെങ്കിലും പറയരുത്. നമീസക്കാതെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ സ്വാലിഹീങ്ങളെ തൊട്ട് കളിക്കണ്ട. സ്വാലിഹീങ്ങളെ തൊട്ട് കളിച്ചതിന്റെ എല്ലാ അനുഭവവും നിങ്ങൾക്കുണ്ടായിട്ടും എന്നിട്ടും മുന്നോട്ട് ഞങ്ങൾക്കൊക്കെ ഇത് പറയുന്നതിൽ ബേജാറും വിഷമവുമുണ്ട്. ആ മഹാൻ എന്ത് കാണിച്ച്? ആ മഹാൻ നന്ദി ദാറുസലാമിന് അടുത്ത് നിന്നോടുത്ത് അതിന്റെ കേസ് വിജയിച്ച ലാസ്റ്റ് നന്ദിക്കാണ്. ഇപ്പൊ നന്ദിയിലെ ദാരിമികളെ പോറ്റുന്നത് അലാവുദ്ദീൻ രക്ഷിത്താണ്. അതിനുശേഷം ഇവർ മമ്പുറം തങ്ങൾക്കും കേസ് കൊടുത്ത്. ഇതൊന്നുമില്ലേ? ഇത് SSFകാരനോട് ചോദിക്കണം, ആരാണിത് ചെയ്തത്? ആരുടെ പേരിലാണ്? മുജാഹിദോ ജമാഅത്തോ അല്ലെങ്കിൽ ഖാദിയാനോ അല്ലെങ്കിൽ RSSോ വേറെ ഏതെങ്കിലും സംഘടനക്കാരാണോ? എന്തിനേറെ ആ മഹാന് കേസ് കൊടുത്തപ്പോൾ ആരാണ്? കുത്തുബുസ്സമാൻ. കുത്തുബുസ്സമാൻ അന്നും ഇന്നൊക്കെ കുത്തുബുസ്സമാൻ തന്നെ. നോട്ടീസ് അടിച്ചതിന്റെ ആവശ്യമല്ലേ? പല കുത്തുബുസ്സമാന്മാരും പണ്ട് നോട്ടീസും അടിച്ചിട്ട് ഞാൻ കുത്തുബുസ്സമാനാണ് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. അങ്ങനെ നോട്ടീസൊന്നും ഔലിയാക്കന്മാർക്ക് അടിക്കേണ്ട ആവശ്യമില്ല. ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ നമ്മളെ റൂട്ട് നമ്മൾ പഠിച്ചത് പഴയ സുന്നി ആലിമീങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാറുള്ളത് തരീക്കത്തും തസവുഫും. ഔലിയാക്കന്മാർ ചോദിക്കുമ്പോൾ മനെ ഈ സലാത്ത് ചെല്ലിക്കോ അല്ലാഹ് റസൂലിന്റെ പേരിൽ ഗൗസുല്ലാഹ് ഫാത്തിഹ ചോദിക്കും, അപ്പം നീ ഹക്കായ റൂട്ടിലേക്ക് എത്തും. അല്ലാതെ അവിടെ ഒരു ഔലിയുണ്ട്, ഇവിടെ തരീക്കത്തിന്റെ ഷേഖുണ്ട്, മറ്റേ ആൾ അഡ്രസ്സും ഒന്നും പറഞ്ഞു കൊടുക്കൽ സാധാരണഗതിയിൽ അങ്ങനെ ഒരു ശൈലി സുന്നത്ത് ജമാഅത്തിനില്ല. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഇവർക്കൊക്കെ നോട്ടീസ് അടിക്കാം. ഏതായാലും ആ അലാവുദ്ദീനുൽ ഹിംസി തങ്ങളും അതിനുശേഷം മമ്പുറം തങ്ങളും കാണിച്ച കറാമത്ത് എന്താണ്? ദീനാണിതെന്ന് ഓർക്കണം. ഇത് രാഷ്ട്രീയമല്ല. അദ്ദീനു അന്നസീഹ. അല്ലാഹുവിന്റെ ദീന് ഗുണകാംക്ഷയാണ്. പരസ്പരം ഉപദേശിക്കുകയും പരസ്പരം സ്നേഹിക്കുകയും ഞാൻ മറുവിഭാഗത്തിൽ നിന്ന് വന്നവനാണ്. പക്ഷേ അവരിക്കുന്ന ശൈലി എന്നിലില്ല. ഞാൻ ഒരിക്കലും ഇന്ന് വരെ അവരെ ആരെങ്കിലും വ്യക്തിപരമായി നിന്ദിക്കാനോ, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. അലിഫ് തൊട്ട് അതിന്റെ അവസാനം വരെയുള്ള വസ്തുതകൾ എല്ലാവരുടെയും വ്യക്തിജീവിതം എനിക്കറിയാം. പക്ഷേ അതിലേക്കൊന്നും കൈയിട്ട് ഞാൻ ഇന്നേ വരെ സംസാരിച്ചിട്ടില്ല, സംസാരിക്കുകയുമില്ല.
പക്ഷേ ദീനിന്റെയും ആദർശത്തിന്റെയും വിഷയം പറയാതിരിക്കുക വയ്യ. എന്തിനു പിന്നെ ഇന്ന് പോന്നു എന്നൊക്കെ ചോദിക്കുമ്പോ ഗീബത്ത് പറയുന്നത് എന്നൊക്കെ പറയുമ്പോ ഗീബത്താണോ? എന്റെ എടുത്ത ദിക്റും അമലും ഒക്കെ പൊളിഞ്ഞു പോലെ എന്ന് വലിയ ഇഖ്ലാസിന്റെ ആൾക്കാരായി അഡ്വീസിന്റെ പോലെ തന്നെ ഒന്ന് മൂല്യന്മാർ ചോദിക്കും. അപ്പൊ ഞാൻ പറയും, ഉസ്താദിനെ പറയുന്നത് കൊണ്ട്, ഉസ്താദിന്റെ ദീനി വിഷയം പറയുന്നത് കൊണ്ട് നിങ്ങളൊക്കെ പിന്നെ പറയല്ലോ, അപ്പൊ നിങ്ങളുടെ അമലൊക്കെ ഇങ്ങോട്ടും കിട്ടുമല്ലോ. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അനുയായികള്. ഈ അനുയായികളൊക്കെ ഇപ്പൊ ഇവിടെ ഞാൻ പ്രസംഗിച്ചാൽ അതിന്റെ പേരിൽ കുറെ ആൾക്കാര് മിസക്കാബി അത് പറഞ്ഞു ഇത് പറഞ്ഞു ഞാൻ നിങ്ങൾ പറയല്ലോ. അപ്പൊ നിങ്ങളൊക്കെ അമല് അള്ളാഹ് പിന്നെ ഒരു വൺവേ അല്ലല്ലോ, അള്ളാഹു തആല നീതിമാനല്ലേ എന്ന് പറയും. അപ്പൊ പിന്നെ ഉണ്ടാതെ ഏതോ ആവട്ടെ, ഇതൊന്നും ഗീബത്ത് പറയുക ലക്ഷ്യമല്ല. ഗീബത്തല്ല നാം സംസാരിക്കുന്നത്. അള്ളാഹുവിന്റെ ദീനിൽ തെറ്റുപറ്റിപ്പോയിട്ടുണ്ടോ ചിന്തിക്കണം മുസ്ലിയാരെ, ഉസ്താദവറുകളെ. അതിന്റെ അനുയായികളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഔലിയാക്കന്മാരുടെയും മഹാന്മാരുടെയും യഥാർത്ഥ വഴിയിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ടോ? അത് നികത്താൻ പണം ഒരിക്കലും സാധ്യമല്ല കേട്ടോ. പണം കൊണ്ട്, പ്രതാപം കൊണ്ട്, രാഷ്ട്രീയം കൊണ്ടൊന്നും അത് നേടിയെടുക്കാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, സാലിഹീങ്ങളുടെ സംഘടനയോട് നിങ്ങൾ യുദ്ധം ചെയ്തു പോയോ? ഇരുന്ന് ചിന്തിക്കണം. SSFകാരനും അതിന്റെ പ്രവർത്തകരും ഒരു വേള ആത്മാർത്ഥമായി ഉസ്താദ് പറഞ്ഞാണ് എന്ന ദീനുൽ ഇസ്ലാമിലില്ല. ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞാണ് എന്ന് പറഞ്ഞ് നമ്മളാരും പറയുന്നില്ല. പാണക്കാട് തങ്ങൾ പറഞ്ഞാണ്. പറഞ്ഞത് ഉൾക്കൊള്ളുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങളാണ് അവർ ഏറ്റെടുത്ത് പറയുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു പെണ്ണിന്റെ മുടിനേക്കാൾ നീളമുള്ള ഒരു മുടി കൊണ്ടുവന്നിട്ട് ഇത് റസൂലുള്ളാഹിന്റെയാണ് യൂസുഫ്, അതേ പണി വേറൊരു മൂല്യം ചെയ്താലോ? ആ പണി നമുക്കും ചെയ്തൂടെ? സൗദി ഞാൻ ഒരുപാട് കാലം ഇത് രണ്ടും കലങ്ങിയ സമയത്ത് ഞാനിതിൽ നിന്ന് മാറാൻ തന്നെ പ്രധാന കാരണം ഈ സമൂഹത്തോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാലത്ത് കോഴിക്കോട് ടൗണിൽ വെച്ചിട്ട് ഒരു മൂല്യാര് വേറൊരു മൂല്യാരെ കാഫിറാണെന്ന് പറഞ്ഞെന്നും പറഞ്ഞില്ലെന്നും, എന്നിട്ട് അതിന് പറഞ്ഞതിന് ഇന്ന അർത്ഥമാണ്. 300 അർത്ഥം ഉണ്ടല്ലോ. ലറബക്ക് കുറെ അർത്ഥമുണ്ട്, കഫറക്ക് കുറെ അർത്ഥമുണ്ട്, പര്യായ പദങ്ങളൊക്കെ ഉണ്ട്, മൂല്യന്മാരാണല്ലോ. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കം. എന്നിട്ട് അതിന് സ്റ്റേജ് കെട്ടിയിട്ട് ഒരു വിഭാഗം അതിന് മറുപടി, പിന്നെ അതിന് വിഷയത്തിൽ മറുപടി, SKSF മറുപടി, SSF മറുപടി എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഇങ്ങനെ കണ്ട് ഞാന് പിന്നെ മറ്റേ റസൂലുള്ളാഹിന്റെ മക്കത്ത് ശത്രുക്കൾ പഞ്ഞു തീരി ഒന്ന് തുറന്നു നോക്കിയപ്പോ കേട്ടത് ഖുൽ ഹുവല്ലാഹു ആണ്. അങ്ങനെ ഇസ്ലാം മതം വിശ്വസിച്ചെന്ന് പറഞ്ഞതുപോലെ ഈ സംരംഭമൊക്കെ കണ്ടപ്പോ എനിക്ക് ഇതിനോട് അറുപ്പും വെറുപ്പും രണ്ടിനോടും തോന്നി. രണ്ടിൽ നിന്നും ഒന്നകന്നു നിൽക്കാൻ വേണ്ടി ഗൾഫിലേക്ക് പോയി. സൗദി അറേബ്യയിലെ അനുഭവം പറയുക. അള്ളാഹ്ക്ക് നേരിട്ട് സുജൂദ് ചെയ്യാലോ, ഒരു സംഘടനക്ക് സുജൂദ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നേരിട്ട് കഅബത്തിങ്ങനെ പോയി. അള്ളാഹ് കുറെ 5 കൊല്ലത്തോളം സൗദി ജീവിച്ച് ഒരു അറബിന്റെ കടയിൽ ഇങ്ങനെ അതിന്റെ ഓന്റെ അടിയുമായിട്ട് ഇങ്ങനെ കൂടി. പിന്നതൊക്കെ കലങ്ങി തെളിയൽ തുടങ്ങി. ഒരു മുടി പുറപ്പെട്ടപ്പോ ഞാൻ മദീനത്ത് റസൂലുള്ളാഹിന്റെ ഹക്കായ റസൂലുള്ളാഹിന്റെ ഹദ്റത്ത് പോയി പറഞ്ഞു, പടച്ചവനെ ഈ മുടി അവിടുത്തെ മുടിയാണെങ്കിൽ ഹബീബായ റസൂലോരെ ആ മുടി കൊണ്ടുനടക്കുന്ന എന്റെ ഉസ്താദിന് ഇസ്സത്ത് കൊടുക്കണേ, വഷളാക്കല്ലേ തമ്പുരാനെ. അതല്ല, അതിന്റെ നേരെ എതിരാണെങ്കിൽ അതിനെ പരാജയപ്പെടുത്തണേ തമ്പുരാനെ, അദ്ദേഹത്തിന് നിന്യത്തെയും കൊടുക്കണേ. നിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ ശരീരം കൊണ്ടാണല്ലോ കളിക്കുന്നത് എന്ന ഗൗരവത്തിൽ ദുആ ചെയ്തു പോയി. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഇവിടെ കാണാൻ കഴിഞ്ഞത് അദ്ദേഹത്തിനെതിരെ ഒരു വലിയ ജനാവലി SKSFന്റെ കെയർ ഓഫിന് അല്ലെങ്കിൽ സമസ്തയുടെ ഒക്കെ നേതൃത്വത്തിലായിക്കൊണ്ട് ആ മുടിക്കെതിരെയുള്ള വലിയ പടയാണ് ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ അതിന്റെ ഇതിയോട് കൂടി പറയുന്നത്, പിന്നെ നിന്യതയോട് നിന്യത. പിന്നെ മുടിന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല, പറഞ്ഞാൽ തന്നെ അവർക്ക് നാണക്കേട്. ഇപ്പൊ മുടിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ തന്നെ നാണക്കേടിന്റെ അവസ്ഥ. അല്ലാഹുവിന്റെ റസൂലിന് ഇത്രയും അവസ്ഥ വരുമോ? നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ആരാണ് റസൂലുള്ളാഹി? ചരിത്ര മാവേലി പോലെയാ? അല്ലെ വേറെ ഏതെങ്കിലും ഐതിഹ്യങ്ങളാണോ? അള്ളാന്റെ റസൂൽ ചരിത്ര യാഥാർത്ഥ്യമായി ബോധ്യപ്പെടുത്തിയതിനു ശേഷം എന്തിനേറെ ഇന്ന് മിഅ്റാജിന്റെ ദിനമാണെങ്കിൽ മിഅ്റാജ് പോലും പലരും ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ നിങ്ങൾ ചിന്തിക്കണം.
സ്വശരീരം കൊണ്ട് മക്കത്ത് നിന്ന് സ്വശരീരം കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്കും ബൈത്തുൽ മുഖദ്ദസിലേക്ക് അവിടെ നിന്ന് ഏഴാനാകാശങ്ങളിലേക്കും സിദ്റത്തുൽ മുൻതഹ അല്ലാഹുവിന്റെ സന്നിധിയിലേക്കുമൊക്കെ ഉയർന്നു എന്ന് പറയുമ്പോ സ്വാഭാവികമായും അതിനൊക്കെ സൗകര്യമുള്ള വാഹനങ്ങളില്ലാത്ത കാലത്ത് അത് വിശ്വസിക്കാൻ ആളെ കിട്ടുകയില്ല. എന്നിട്ടും അത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. എങ്ങനെയാണ് ബോധ്യപ്പെടുത്തുന്നത്? അതിനാണ് മക്കത്തുനിന്ന് ഈ ബൈത്തുൽ മുഖദ്ദസ് എന്ന ഫലസ്തീനിൽ കിടക്കുന്ന സ്ഥലത്തേക്ക് അള്ളാഹു ആദ്യം കൊണ്ടുപോയത്. ആ ഭൂമിയിലേക്ക് അന്ന് സുബൈന്റെ മുമ്പ് പോയി വരാൻ പറ്റില്ല, എന്നും കഴിയൂല. അത്രയും ദൂരമുള്ള സ്ഥലം പോവുകയും മാത്രമല്ല, എതിരാളികൾ ചോദിച്ചപ്പോൾ, സംശയാലുക്കൾ ചോദിച്ചപ്പോൾ ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ഏളിപ്പടികളും അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ എല്ലാ കോലവും പ്രകൃതിയും സ്വഭാവവും അവിടുത്തെ സ്ഥലത്തിന്റെ അടയാളങ്ങളും കണ്ട ആള് പറയുന്നത് പോലെ മക്കത്ത് നിന്ന് ആ ചോദ്യം ചെയ്ത ആളുകളോട് പറഞ്ഞു കൊടുക്കുകയാണ് മുത്തുനബി. സ്വർഗ്ഗം നരകവും മാത്രമല്ല പറഞ്ഞത്, ഭൂമിയിലെ ചരിത്ര യാഥാർത്ഥ്യമായ അന്നത്തെ ആ പ്രദേശത്തിന്റെ എല്ലാ മുക്കും മൂലയും ചോദിച്ചതും ചോദിച്ചപ്പം എല്ലാവരും ആമന്നാ സല്ലംന. 90% ആളുകളും സഹാബത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒക്കെ അങ്ങനെ വിശ്വസിക്കുന്ന സഹാബത്ത് ഒരു വിഭാഗം, മറ്റൊരു വിഭാഗം മുനാഫിക്കുകൾ. അങ്ങനെയൊക്കെയുള്ള കാലത്ത് അല്ലാഹുവിന്റെ റസൂൽ ഇത് ബോധ്യപ്പെടുത്തി. ഇങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ലക്ഷക്കണക്കിനായ സഹാബി വര്യന്മാരെ സാക്ഷി നിർത്തി അല്ലാഹുമ്മ ഷഹദ്, ഈ ദീനിലെ ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുമ്മ ഷഹദ്, നീ സാക്ഷിയായി എന്ന് പറഞ്ഞ് ഹജ്ജത്തുൽ വിദായിൽ വെച്ച് ലക്ഷോപലക്ഷം വരുന്ന സഹാബി വര്യന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് മുത്തുനബി പറഞ്ഞത്, എന്റെ സഹാബി വര്യന്മാരെ ഇവിടെ സന്നിഹിതരായവർ പിൽക്കാലത്തുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ, വള്ളിക്ക് പുള്ളിക്ക് മാറ്റം വരുത്തരുതേ. ഇത് എന്നെ ഏൽപ്പിച്ച അമാനത്താണ്, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് കണ്ണീരൊലിപ്പിച്ചു പറഞ്ഞ മുത്തുനബി ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവരുന്ന ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാമിന്റെ തനിപ്പകർപ്പിന്നും നിലനിൽക്കുന്നത് കേരളക്കരയിലാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരാണ് ഈ കൊടി പിടിക്കുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, മുന്നിലും പ്രവർത്തിക്കുന്നത്, വലത്തും അടുത്തുമൊക്കെ പ്രവർത്തിക്കുന്നത് മഹാന്മാരായ ഖുതുബുസ്സമാനാണ്. അതുപോലെയുള്ള അലാവുദ്ദീനുൽ ഹിസ്സി തങ്ങളാണ്. അതുപോലെ കേരളക്കരയിലെ അങ്ങനേകം അന്ത്യവിഷമം കൊള്ളുന്ന മക്കാമിലെ മഹാന്മാരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അല്ലേ? ഒരു കാലത്ത് ഇയാൾക്കും ഈ സമസ്തന്റെ ആൾക്കാർക്കും ഒരു കാലത്ത് നല്ല പവറും നല്ല ബഹുമതിയും ഉണ്ടായിരുന്നു. ഒന്നിച്ചു നിൽക്കുന്ന കാലത്ത് ഔലിയാക്കന്മാർ മതത്തുണ്ടായിരുന്ന കാലത്ത് എന്ന് തെറ്റിയപ്പോഴോ ഇപ്പോ മമ്പ്രതങ്ങള് ഏറ്റെടുത്ത് ഹുദവികളെ, ഇന്ന് ഹുദവികളെ വെല്ലാനേർ പണ്ഡിതുണ്ടോ സമൂഹമേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്താ ഹുദവികളെ പവറുണ്ടാകാൻ കാരണം? മമ്പ്രതങ്ങള് ഭക്ഷണമായിട്ട് കഴിക്കണേ, മമ്പ്രതങ്ങളാണ് പോറ്റണേ. ഈ പോറ്റുന്ന മഹത്വമാണ് എന്ന് സിൻസാറുൽ ഹഖ് ഹുദവി എടുത്തു പറയാം. ഹുദവികളെ എവിടെ ചെന്ന് നോക്കിയാലും, ഖത്തറിൽ ചെന്ന് നോക്കിയാൽ അവിടുത്തെ ഖാരിജി മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഹുദവി. ഇങ്ങനെ മലേഷ്യ ചെന്ന് നോക്കിയാൽ മലേഷ്യയിലെ പ്രധാന പള്ളികളിൽ ഹുദവി. സിംഗപ്പൂരിൽ ചെന്ന് നോക്കിയാൽ അവിടുത്തെ മലബാർ മസ്ജിദ് എല്ലാ ഇംഗ്ലീഷിലും എല്ലാ ഭാഷയിലും ഇസ്ലാമിൽ ഉദ്ബോധനം ചെയ്യുന്നത് ഹുദവികൾ. എന്തേതിന് പവറുണ്ടാകാൻ കാരണം? നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ മദതും സഹായവും മടിയിലൂടെയും മുകളിലൂടെയും ഇവരെ ആദ്യം പറഞ്ഞു പറ്റിച്ചത്, ഈ സമൂഹത്തെ പറഞ്ഞു പറ്റിച്ചത്, ഞങ്ങൾക്ക് ഔലിയാക്കന്മാരെ ഞങ്ങളെ മുന്നിലെ ഔലിയാക്കന്മാരാണ്, ഞങ്ങളെ പിന്നിലെ ഔലിയാക്കന്മാരാണെന്ന് പറഞ്ഞിട്ട് ആകെ സമൂഹത്തിന് അതിന് CM വലിയുള്ളാഹിനെ ദുരുപയോഗപ്പെടുത്തുകയും ചെയ്തു. എന്നാ CM വലിയുള്ളാഹി ഹബീബുമാരെ നിങ്ങളെ നേർക്ക് നേരെ ചിന്തിക്കേണ്ട, CM വലിയുള്ളാഹി ഏടെങ്കിലും നിക്റാൽക്ക് സ്ഥാപിച്ചിട്ടുണ്ടോ? CM വലിയുള്ളാഹി ഹയാത്ത് കാലത്ത് ആരുടെയെങ്കിലും കൂടെ ഈ സംഘടനക്ക് പരസ്യം, സ്വന്തം ഉമ്മന്റെ അടുത്ത് പോകാത്ത, ഉമ്മന് വരെ തിരിഞ്ഞു നോക്കാത്ത, ഇബാദത്തിലും അള്ളാഹുവിൽ ലയിച്ചു പോയ, അല്ലദീ മാത ഫീ ഹുബ്ബില്ലാ എന്ന് പറഞ്ഞ അള്ളാഹിന്റെ ഹുബ്ബിൽ ജീവിച്ച് മരിച്ചുപോയ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിനെയൊക്കെ ദുരുപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അയാൾ ഇത് പറഞ്ഞത്, അയാൾ അത് പറഞ്ഞത്. ഈ മുസ്ലിം സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ, ഈ ഉമ്മത്തിനെ, അതും പാരമ്പര്യമായി വരുന്ന CMന്റെ ഉസ്താദ് കൂടിയുള്ള ശംസുൽ ഉലമയെ അദ്ദേഹം നയിക്കുന്ന പ്രസ്ഥാനത്തെ ഭിന്നിപ്പിക്കാൻ പറയുമോ? ഒരു ചെറിയ ആക്കല് പോലും നമുക്കുണ്ടായില്ല.
ഇത് മൂല്യ തലകെട്ട് കെട്ടി എന്ന് പറഞ്ഞപ്പോ എല്ലാം അത് ഉൾക്കൊണ്ട് ആ പറയണേനൊക്കെ. പക്ഷേ ഇവിടെ നാം ശ്രദ്ധിക്കണം. ഞാൻ ഒരു കാര്യവും കൂടി പറഞ്ഞ് അലവി മുഹസിക്ക് ദാരിമിക്ക് വഴിമാറുകയാണ്. ഇവിടെ ഇതൊക്കെ നടത്തിയതിന്റെ പിന്നിലെ രഹസ്യം ഈ കാര്യങ്ങളൊക്കെ നീ ചിന്തിക്കണം. കള്ളത്തരം പറയരുത്. പൊള്ളും കളവും പറഞ്ഞുകൊണ്ട് ദീനുണ്ടാക്കേണ്ട ആവശ്യമില്ല. ആ ദീന് അത് ഇവിടേക്ക് നിലനിൽക്കുമെങ്കിലും അവിടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ദീൻ അതല്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഈ മേഖലയിൽ വർക്ക് ചെയ്യാനും പ്രവർത്തിക്കാനും. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഈ സമയം വരെ ഞാൻ സംസാരിച്ചതെല്ലാം ആത്മീയതയുടെയും തഖ്വയുടെയും കാരണത്താൽ മാത്രമാണ്. ഇതൊക്കെ മനസ്സിലാക്കി തരികയാണെങ്കിൽ ഏതൊരു SSFകാരനാണെങ്കിലും വേണ്ടിയില്ല. പിന്നെ വ്യക്തി ജീവിതവും അദ്ദേഹത്തിന്റെ പല വിഷയങ്ങളും പറയാനുണ്ട്. പക്ഷേ നമ്മളത് പറയുന്നില്ല. ഇതൊക്കെ ചെയ്തു കൂട്ടിയത് എന്തിനാണ്? നേരത്തെ പറഞ്ഞ ഒരൊറ്റ കാരണമാണ്, പണം ഉണ്ടാക്കാൻ. പണം അതായിരുന്നു ആരോപണവും. ശംസുലമക്ക് 3 ബസ്സുണ്ട്. അതുപോലെ മലപ്പുറത്തെ പണ്ഡിതന്മാർക്ക് പ്രസ്സുണ്ട്. ഇതൊക്കെ നമ്മൾ കുഞ്ഞായ കാലത്ത് കേട്ടതാണ്. മലപ്പുറം പണ്ഡിതന്മാർ ഒരുപാട് സമസ്തനോട് കാശുണ്ടാക്കിയിട്ടുണ്ട്. അവരൊക്കെ പണം കൂടിയത് 50 വയസ്സിക്ക് പണം കൂടിയത് സമസ്തയാണ്. ഓലൊക്കെ തറവാട് സ്വത്തോ ഹലാലായ ബിസിനസ്സോ എന്തോ ചെയ്ത് ആരെങ്കിലും കുറച്ച് പൈസ ഉള്ള മൂല്യന്മാരെ കണ്ടാൽ ഇവർക്ക് അസൂയായി. ആ അസൂയ അങ്ങോട്ട് മൂത്തിട്ട് സമസ്തനെ ഹൈജാക്ക് ചെയ്ത് പ്രവർത്തിച്ച് പണത്തിന് വേണ്ടി. എന്നാ ഇനി വരാൻ പോകുന്ന പൂരെന്താ? സമസ്തനെ 2 കാരണത്തിലാണ് ഉപയോഗപ്പെടുന്നത്. രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടും പണത്തിനും. രാഷ്ട്രീയം എല്ലാവർക്കും എല്ലാം മനസ്സിലായി. ഇനിയും മനസ്സിലാകാൻ ബാക്കിയുണ്ടോ? എന്നാലോ സമസ്തക്ക് ഇപ്പോഴും രാഷ്ട്രീയമുണ്ടോ? എന്താ സമൂഹമേ നിങ്ങൾ ചിന്തിക്കാത്തത്? സമസ്തന്റെ ആലിമ്യങ്ങൾ ആരെങ്കിലും ഈ സമയത്തും കുഞ്ഞാലിക്കുട്ടി ജയിച്ചാലോ അല്ലെങ്കിൽ ലീഗിന്റെ ആരെങ്കിലും പാസ്സായാലും അതിന് സമസ്തന്റെ മുഷാവറ വിളിച്ചിട്ട് പിന്നെ മീറ്റിംഗ് കൂടെ ദ്വാരക്കെ ചെയ്യാറുണ്ടോ? നമ്മൾ കണ്ടുണ്ടോ? എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? സമസ്തന്റെ ഉലമാക്കന്മാർക്ക് ഒരു രാഷ്ട്രീയത്തിന് പ്രത്യേകമായി ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട്. പിന്നെ വ്യക്തിപരമായി മലപ്പുറം ജില്ല മുസ്ലിങ്ങളെ പാർട്ടി എന്നുള്ളവർക്ക് പലരും അതിനെ പിന്തുണക്കുന്നുണ്ടാകാം. പിന്നെ ഏതോ ജാത്തനയും പോത്ത് പിന്തുണക്കേണ്ട ആലിമ്യങ്ങൾ, അത് മറ്റൊരു വശം, ഞാനത് ചർച്ച ചെയ്യുകയല്ല. ഏതോ ആവട്ടെ, സമസ്ത എന്ന സംഘടന ഇന്ന് വരെ അതിന് ദുരുപയോഗപ്പെടുത്തിയിട്ടില്ല. ഇത് പറഞ്ഞാണ് ലീഗിന്റെ ആലയെ കൊണ്ടുപോയി കെട്ടിയങ്ങി എന്ന് പറഞ്ഞാട്ടാണ് വേറെ ഉണ്ടാക്കി പോയത്. ഇപ്പൊ ഏതൊക്കെ ആലയെ കെട്ടേണ്ടി വന്നു? ഇപ്പൊ എന്തെല്ലാം. നിങ്ങൾ ചിന്തിക്കണം സമൂഹമേ, കുട്ടികളെ നിങ്ങൾ ആലോചിക്കണം. ഏതെങ്കിലും ഒരു പണ്ഡിതനെ ചാനലുകാർ ഇത്ര കളിയാക്കിയ ഒരു പണ്ഡിതൻ, ചാനലുകാരും വാർത്താ മാധ്യമക്കാരും ഇളിമ്പിലാക്കിക്കൊണ്ടുള്ള ഡയലോഗ് അടിച്ച ഒരു പണ്ഡിതൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്ന് ഇദ്ദേഹമല്ലാത്ത മറ്റേതെങ്കിലും ഒരു പണ്ഡിതനെ ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളും ചാനലുകാരും കളിയാക്കുന്നുണ്ടോ? സമസ്തനെ രാഷ്ട്രീയം പറഞ്ഞ സമസ്തന്റെ ഏതെങ്കിലും ഒരു പണ്ഡിതനെ ഇന്നേവരെ കോയക്കുട്ടി ഉസ്താദിനെ നിങ്ങൾ രാഷ്ട്രീയത്തിൽ അത് പറഞ്ഞാഞ്ഞില്ലേ ഇത് പറഞ്ഞാഞ്ഞില്ലേ എന്ന് ഒരു ലോക്കൽ മെമ്പറെങ്കിലും ഏതെങ്കിലും ഒരു നാട്ടിലെ ആളെങ്കിലും അദ്ദേഹത്തോട് ചോദ്യം ചെയ്യേണ്ട അവസരം ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്താ നിങ്ങൾ രാഷ്ട്രീയം പറയുന്നത്? എന്താ രാഷ്ട്രീയമാണ് ആലിമ്യങ്ങൾ തലകെട്ടിട്ടതിന്റെ ഉദ്ദേശം? ഒന്നത് നിങ്ങൾ താരതമ്യം പഠനം നടത്തണം. നിങ്ങൾ വെറുതെ ആരോ പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞത് മാത്രം കേട്ടിട്ട് ഉസ്താദ് പറഞ്ഞ ആമന്ന സല്ലംന, ഷെയ്ഖുന പറഞ്ഞത്, ഞങ്ങളെ സുൽത്താൻ പറഞ്ഞത്, അങ്ങനെയൊക്കെ പാർട്ടികളുണ്ട്. അതല്ലത്. ഇത് അള്ളാഹുവിന്റെ ദീനാണ്. ഇത് എല്ലാവരെയും ബുദ്ധിപരമായി ബോധ്യപ്പെടുത്തി ആഖിറസം വരെ കൊണ്ടുപോകേണ്ട അള്ളാഹുവിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ഔലിയാക്കന്മാർ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ്. അള്ളാഹുവിന്റെ റസൂലുള്ളാഹി നിയോഗിച്ച ദീൻ ഇസ്ലാമാണ്. രണ്ടാമത്തെ പ്രശ്നം പണം. നഞ്ഞി വരാൻ പോകുന്നത് ഞാൻ എന്റെ പറഞ്ഞു പോവുകയാണ്. നമുക്കൊക്കെ ഊഹിച്ചിട്ട് മനസ്സിലാകുന്നത് ഇനി വരാൻ പോകുന്നത് ഇവിടുത്തെ ജനങ്ങള് മൂല്യാരെ ഞങ്ങൾ കുറച്ച് പൈസ നിങ്ങളെ കയ്യിൽ തന്നിനല്ലോ, അത് കോംപ്ലക്സ് വിജയിച്ചു. കോംപ്ലക്സിന്റെ വരുമാനം വാങ്ങുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അതുപോലെ വിജയിക്കുമെന്ന് വിചാരിച്ച് ഒരു വലിയ സമ്പന്ന പ്രസ്ഥാനം, സാമ്പത്തിക അതും ടൂറിസ്റ്റുകൾ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും വന്നിറങ്ങാൻ വേണ്ടി എല്ലാ ലോകത്തിന്റെയും മുത്തുനബിയായ റഹ്മത്തുൽ ലിൽ ആലമീനായ താഹ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ ദുരുപയോഗപ്പെടുത്തി ആ റസൂലുള്ളാഹിന്റെ നടുവിൽ കുന്തമാക്കി നിർത്താൻ വേണ്ടി ഒരു മുടിപ്പള്ളിയും ഉണ്ടാക്കിക്കൊണ്ട് നോളേജ് സിറ്റി എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിന് ബീജാഭാവം നൽകുകയും ഏകദേശം പകുതിയോളം കാശ് ആ പ്രസ്ഥാനത്തിന് വേണ്ടി ഇറക്കുകയും അവിടെ അടിവാരത്തിനടുത്ത് ഒരു പ്രദേശത്ത് കണ്ടമാനം കാശിറക്കി ബിൽഡിങ്ങുകൾ ധാരാളം ഉണ്ടാക്കി വിടുകയും ചെയ്ത് മുന്നോട്ടു പോകാതെ ഗതിമുട്ടി നിൽക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ കാശ് ഉപയോഗിച്ചവർ, ഇതിനൊക്കെ വിശ്വസിച്ച അമാനത്തായി ഏൽപ്പിച്ച് കയ്യിലേൽപ്പിച്ച് ഇതിന്റെ വരുമാനം കാത്തു നിൽക്കുന്നവർ നിങ്ങളെ ചങ്കിൽ പിടിക്കാൻ പോകുകയാണ്. എസ്എസ്എഫുകാരാണല്ലോ, സൂക്ഷിച്ചോ. അതിൽ നിന്നാല് അയാളെ പിടിക്കുമ്പോ അതിന്റെ കൂട്ടത്തിൽ നിന്നെയും പിടിക്കും കേട്ടോ. പണം പിരിച്ച് വാങ്ങി ആത്മീയതയുടെയും മയലിന്റെയും സദസ്സിൽ പിരിച്ച് അത് തിരിഞ്ഞു നോക്കാത്തതുപോലെ അങ്ങനെ പോകുകയില്ല. പണക്കാര്, വലിയ വലിയ സമ്പന്നര്, വലിയ വലിയ മുതലക്കണ്ണീര് കണ്ട് വലിയ വലിയ ആക്രാന്തത്തോടെ നിക്ഷേപിച്ച പണത്തിന്റെ ഇൻട്രസ്റ്റ് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് വലിയ കോടീശ്വരന്മാർ, ഞാൻ പേരെടുത്തു പറയുന്നില്ല, അവരുടെയൊക്കെ നീരാളിപ്പിടുത്തത്തിലേക്ക് നിങ്ങൾ ഇതാ പോകാൻ പോവുകയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ കറാമത്താണ്. സമസ്തയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ 2 പരാതി, ആ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചതെങ്കിൽ നിങ്ങളെ അതേ കാരണത്താൽ തന്നെ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സൂക്ഷിച്ചോ എസ്എസ്എഫുകാരാ. മൻ ആദാലി വലിയൻ ഫഖദാദൻതുഹു ബിൽ ഹർബ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട്, സാലിഹീങ്ങളോട്, സജ്ജനങ്ങളോട്, മശായിഖന്മാരോട് ആരെങ്കിലും യുദ്ധപ്രഖ്യാപനവുമായി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ യുദ്ധം തീർച്ചയായും അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. റഹ്മാനായ റബ്ബ് ഏറ്റെടുത്തിരിക്കുകയാണ്. ആ റബ്ബിന്റെ കരാള ഹസ്തങ്ങളിലേക്ക് നിങ്ങൾ ആപതിക്കുക തന്നെ ചെയ്യും. എസ്എസ്എഫുകാരാ, അതിന് പ്രവർത്തിക്കുന്ന സജീവ പ്രവർത്തകരോടാണ് ഞാൻ പറയുന്നത്. മുന്നും പിന്നും നോക്കാതെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരോട് യുദ്ധം ചെയ്യാൻ നിനക്കടണ്ട കേട്ടോ. ഖുത്ബുസ്സമാൻ അലവി തങ്ങൾ കാണിച്ച കറാമത്ത് ഹുദവികൾക്ക്, ദാറുൽ ഹുദക്ക് ഭക്ഷണം കൊടുക്കലാണെങ്കിൽ അതുപോലും നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇനിയും ഇതുപോലെ ഇവിടെ പ്രസംഗിക്കുന്ന ഹസനോടും അതുപോലെയുള്ളവരോടും നമുക്ക് പറയാനുള്ളത്, നിന്റെ അവസാനത്തെ കണ്ണിയും അവസാനത്തെ വിഷയവും ഔലിയാക്കന്മാരെ തൊട്ട് കളിച്ചിട്ടുണ്ടോ? നീ ദിക്റിനെയും മശായിഖന്മാരെയും ഔലിയാക്കന്മാരെയും ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ടോ? നിന്റെ അവസാനത്തെ റൂഹും നിന്റെ അവസാനത്തെ എല്ലാ ചോദ്യം ചെയ്യലും ഇവിടെ തന്നെ നടക്കും കേട്ടോ. ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഞാൻ അവനോട് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ നമുക്ക് നാം ഒരു സേവനം എന്ന നിലക്ക് മാത്രം സംസാരിച്ചു പോവുകയാണ്. അല്ലാതെ നമുക്കിതിൽ വീറില്ല, വാശിയില്ല, വക്രാണമില്ല, ആരെയും കുറ്റം പറയലില്ല. നമുക്ക് പറയാനുള്ളത്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇതാണ് പറയാനുള്ളത്. അള്ളാഹുവിന്റെ ദീൻ അള്ളാഹു ഇറക്കിയതാണ്. അത് എന്തെല്ലാം ക്യാൻസർ ഉണ്ടായാലും ആ ക്യാൻസറിനെ ചികിത്സിക്കാൻ റബ്ബിന് കഴിയും. ഇപ്പം സമസ്തന്റെ ക്യാൻസറാണ് ഈ സാധനം. പെട്ടെന്ന് തിരിയൂല. മഹല്ല് വന്ന് ആൾക്കാർ കണ്ടാൽ രണ്ടും സലാത്ത്, രണ്ടും നിക്കറ്, രണ്ടും ഒരുപോലെ. ആർക്കും ഇത് മനസ്സിലാവില്ല. മനസ്സിലാകാൻ വളരെ താമസമെടുക്കും. മനസ്സിലായി വരുമ്പോഴത്തേക്ക് ചികിത്സിച്ചിട്ട് കാര്യമില്ല. ആ കോലം ക്യാൻസറിന്റെ അതേ സാധനം. അതുകൊണ്ട് നല്ലോ സൂക്ഷിച്ചോളി. ഇത് ബന്ധപ്പെട്ടാൽ പോകാൻ ഭയങ്കര പണിയാണ്. കാരണം അത് വേറിച്ച് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഒരുവൺ എന്താ നല്ലതെന്ന് സാധാരണക്കാർക്ക് തോന്നുന്ന ഒരുവണല്ല. ഇത് നേരെ ചൊവ്വേ സിറാത്ത് മുസ്തഖീം എന്ന് പറയുന്ന വഴി ഒന്ന് തന്നെയുള്ളൂ. അള്ളാന്റെ റസൂൽ കാണിച്ചു തന്നെ. നമ്മൾ ഫാത്തിഹയിലൊക്കെ ഓതുന്നത് ഒരൊറ്റൊന്ന, അത് ഔലിയാക്കന്മാരുടെ പൂർവികരായ താവഴി. അതാണ് ഞാൻ എണ്ണി പറഞ്ഞത്. ഖുത്ബുസ്സമാനെയും അതുപോലെ അലവി മമ്പുറം തങ്ങളെയും
അതുപോലെ സിയം വലിയുള്ളാഹി തങ്ങവറുകളെയും അവരൊക്കെ ഇന്നും പ്രതിദാനം ചെയ്യുന്നത് പഴയ സമസ്തയെയും അതിന്റെ ആളുകളെയും അവർ തന്നെയാണ് അവരെ സംരക്ഷിക്കുകയും ആ മക്കാമുകളൊക്കെ പോറ്റുകയും ചെയ്യുന്നത്. കേരളക്കരയിലെ പ്രധാനപ്പെട്ട ഔലിയാക്കന്മാർക്ക് പോറ്റി വളർത്തുകയും അവരെ സംരക്ഷിക്കുകയും എന്തിനേറെ ഏതോ ഒരു പള്ളി എടുത്ത് നോക്കി, നിങ്ങൾ പഴയ പള്ളി ഏതെടുത്ത് നോക്കി, ആ ഖബർസ്ഥാനോടുകൂടി യാതൊരു അഥവും മര്യാദയും പാലിക്കാതെ ചുന്നിയാണ്, ചുന്നി. ആ ഖബർസ്ഥാനിൽ നിന്ന് പേറിച്ച് പോന്ന് മുജാഹിദ് ചെയ്ത പണി എന്നല്ലേ ഇപ്പൊ ഇവരൊക്കെ ചെയ്തത്? മുജാഹിദും ജമാഅത്തും ചെയ്ത പണി എന്നല്ലേ? മഹലിനോട് ഭിന്നിക്കണേനോ ജുമ രണ്ടാക്കുന്നതിനോ മസലിൻ പ്രശ്നമൊന്നുമില്ല. ഞാൻ അതിലേക്കൊന്നും സംസാരിക്കുകയല്ല, ദാരിമി വേണ്ടതുപോലെ സംസാരിക്കും. അതുകൊണ്ട് ഒരൊറ്റ കാര്യം ഞാൻ ഓതി വെച്ച ഒരൊറ്റ പോയിന്റ് കൂടി, ഇതൊക്കെ നമ്മൾ പറയാനുള്ളത്. ദീപ ഇമാം പറഞ്ഞു ഹുബ്ബുൻ നബിയ്യി വ ഹുബ്ബുല്ലാലി റുക്നാനി ലാ ഫർഖ ബൈനഹുമാ യാ അഹ്ല ഈമാനി. ഓ മുഅ്മിനീങ്ങളെ, നബിയെ മഹബത്ത് വെക്കലും നബിയുടെ ആലിനെ മഹബത്ത് വെക്കലും അഥവാ സയ്യിദുമാരെ തങ്ങന്മാരെ ബഹുമാനിക്കലും റുക്നാനി, ഇസ്ലാമിന്റെ 2 റുക്നാണ് കേട്ടോ. ലാ ഫർഖ ബൈനഹുമാ യാ അഹ്ല ഈമാനി, ഈമാനിന്റെ ആളുകളെ അതിൽ യാതൊരു വ്യത്യാസവുമില്ല. റസൂലുള്ളാഹിനെ ബഹുമാനിക്കുന്നവർ റസൂലുള്ളാഹിന്റെ മക്കളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തേ പറ്റൂ. അതിനുശേഷം മഹാനവറുകൾ പറയുന്നു, ആരെങ്കിലും റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, പക്ഷേ വലാ യർലാ അശീറത്തഹു, അവരുടെ കുടുംബത്തെ പാണക്കാട് തങ്ങളെ ബഹുമാനിക്കുന്നതിന് കുറച്ച് നീരസം. അതുപോലെ സയ്യിദുമാരുടെ ഏറ്റവും വലിയ ഉയരത്തിലിരിക്കുന്ന മഹാരഥന്മാരെ ബഹുമാനിക്കുന്നതിന് അല്പം നീരസം ചുല്ലിയാണ്. അവൻ ആരാണെന്ന് ഇമാം ദിബൈ തങ്ങൾ പഠിപ്പിക്കുന്നു. ഫഹുവൽ മുദാഹിനു, അവൻ ദീനിനോട് മത്സരിക്കുന്നവനാണ്. റഹ്മാനായ റബ്ബിനോട് എതിർ ചെയ്യുന്നവനാണ്. സയ്യിദന്മാരുടെയും മഹാന്മാരുടെയും പദവികളെ എത്തിക്കാണിക്കുന്നവൻ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവൻ. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, യാ മുൻകിറൽ ഫളി അൻഹും ഹാസിദൻ ലഹുമോ, അവരോട് അസൂയ പൂണ്ടിട്ട് ആത്മീയ കേന്ദ്രങ്ങളാണെന്ന് ബഹുമാനപ്പെട്ട ഈ കേരളക്കരയിലെ മുഴുവൻ മുഅ്മിനീങ്ങളും വിശ്വസിക്കുന്ന വിശ്വാസധാരക്കെതിരെ പ്രവർത്തിക്കാൻ ഒരുപ്പെട്ടവൻ ആര് തന്നെയായാലും ഇയ്യാക വൽ ബൂള അൻഹും മിസ്ല ശൈത്താനി, നീ നിന്നെയും നിന്റെ ബൂളും നിന്റെ ദേഷ്യവും മടക്കി വെച്ച കേട്ടോ, നീ ശൈത്താൻ പോലെയാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ദീബൈ തങ്ങൾ പറഞ്ഞ ബെയ്ത്ത് മാത്രം ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നു. സമൂഹം മനസ്സിലാക്കണം, അഹ്ലു ബൈത്തിനെ ആദരിക്കുന്നതിന് പഴയകാലത്തൊക്കെ ഭയങ്കര ആദരവായിരുന്നു. പഴയകാലത്ത് പാണക്കാട് കുടുംബക്കാരന് അതിനെന്താ കാരണം? അതിന് കാരണം ഉണ്ടായിട്ടാണ്. ചരിത്രം നിങ്ങൾക്കറിയാമോ? ബഹുമാനപ്പെട്ട തങ്ങൾ ആ കൊടപ്പനക്കൽ ആ തറവാടെന്ന് പറഞ്ഞാൽ പഴയകാലത്ത് അതുകൂടി ഒറ്റ പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൊടപ്പനക്കൽ തറവാട് അതിന്റെ ഏറ്റവും വലിയ ഉന്നത കണ്ണിയായി പഴയകാലത്ത് PMSA പൂക്കോയ തങ്ങൾ എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ? ആ PMSA എന്ന് പറഞ്ഞാൽ പഴയ മാളിയേക്കൽ എന്ന് പറയുന്നത് കോഴിക്കോടങ്ങാടിയിലെ വലിയങ്ങാടിയിലെ പഴയാണ്. അവിടെ ജീവിച്ചിരുന്ന വലിയ തങ്ങള് ഉള്ള കാലത്ത് പാണക്കാട് എന്ന സ്ഥലത്ത് ഒരു കുടുംബത്തില് 7ഓളം ആളുകൾ ഒന്നിച്ചു മരിക്കുകയുണ്ടായി. ആ മരിച്ചപ്പം നാട്ടിലെ ഒരു വലിയ വിഷയമായി. അവിടുത്തെ കാരണന്മാരും ജനങ്ങളുമൊക്കെ കൂടി, പടച്ചവനെ ഇങ്ങനത്തെ ഒരു ദുര്യോഗം ഈ വീടിന് സംഭവിച്ചല്ലോ, എന്ത് ചെയ്യാനെന്ന് പറഞ്ഞ് തലയിൽ കൈവച്ച് കണ്ണീരൊലിച്ചെല്ലാവരും കൂടി പറഞ്ഞ കൂട്ടത്തിൽ അവിടുത്തെ കാരണന്മാർ പറഞ്ഞു, നമുക്ക് ഈ പ്രശ്നം കോഴിക്കോട്
പുതിയ മാളിയക്കലുള്ള തങ്ങളുടെ അടുക്കലേക്ക് വെക്കാം. അങ്ങനെ അവരെല്ലാവരും ഒരു ജനാവലി തന്നെ തങ്ങളുടെ അടുക്കൽ ചെന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ എന്തോ മന്ത്രം ജപിച്ചുകൊണ്ട് ഒരു വടി കൊടുത്തു. ആ വടിയും ഒരു കുട്ടിനെയും പറഞ്ഞയച്ചു. തങ്ങന്മാരിൽപ്പെട്ട ചെറിയൊരു കുട്ടിനെയും പറഞ്ഞയച്ചു. കുട്ടിയെ നീ വടി കൊണ്ടുപോയി ആ മയ്യത്തിന്മേൽ അടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ബിസ്മിയും ചൊല്ലി വടി കൊണ്ടടിച്ചപ്പോൾ ആ 7 പേരും ഹയാത്തായി ഒറിജിനൽ ജീവിതത്തിലേക്ക് മടങ്ങിയെന്നാണ് ചരിത്രം. അതിനുശേഷം പാണക്കാട്ട് ജനങ്ങളൊന്നായി ഈ കുട്ടിയെ വിടാതെ തങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് വേണം ഈ കുട്ടിയെ ഈ നാട്ടിൽ തന്നെ താമസിപ്പിക്കണം, ഞങ്ങൾ ആ കുട്ടിക്ക് സ്ഥലവും വേണ്ട സൗകര്യങ്ങളുമെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടപ്പനക്കൽ പാണക്കാട് ഏരിയയിലുള്ള ഇന്ന് നിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം വീതിച്ചു കൊടുത്തു, പതിച്ചു കൊടുത്തു എന്നതാണ് ചരിത്രം. അങ്ങനെ പിന്നെ ആ കുട്ടി ആ നാട്ടുകാരനായി. ആ കുട്ടി ആരാണെന്നറിയാമോ? നമ്മുടെ ശിഹാബ് തങ്ങളുടെയും ഉപ്പയായ പൂക്കോയ തങ്ങളുടെയും വലിയുപ്പയാണെന്ന് ചരിത്രം പരിശോധിച്ചാൽ കാണാം. അങ്ങനെ കേരളക്കരയിൽ നിന്ന് ധാരാളം ജനങ്ങൾ പിന്നെ ഈ വാർത്ത കേട്ടറിഞ്ഞ് പാണക്കാട്ടേക്ക് ഒഴുകാൻ തുടങ്ങി. പിന്നെ ഈ കുട്ടിയിൽ നിന്ന് തൊടുന്നതെല്ലാം പൊന്നാകുകയും ഈ കുട്ടിയും അതിന്റെ കുട്ടിയും ഒക്കെ കറാമത്തിന്റെ 5 കളി കളിച്ചപ്പോൾ അതിന് ചില കാരണങ്ങളുണ്ട്. ഹദറമീ തങ്ങന്മാര് അതുപോലെ മൗലമാര് തങ്ങന്മാരെ സഹായിക്കാൻ വേണ്ടി യമനിൽ നിന്ന് കൂട്ടമായി വന്നവരൊക്കെ താമസിച്ച തറവാടാണ് കൊടപ്പനക്കൽ. ആ കൊടപ്പനക്കൽ വെച്ച് പിന്നെ കറാമത്തിന്റെയും ജനങ്ങൾക്ക് ആവശ്യമായ പലയാതി ആത്മീയ സംഭവങ്ങളും തുടരാൻ തുടങ്ങിയപ്പോൾ അവരാരും ഈ കഥ പറയൂല. അവരാരും ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനത്തൊരാണെന്ന് പറയൂല. മനുഷ്യ സമുദായമേ, സുന്നി സമൂഹമേ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഈ പാണക്കാട് കുടുംബം ഈ കേരളക്കരയുടെ ഈ തില്ലവും പോറ്റില്ലവുമായി മാറിയപ്പോൾ ആത്മീയതയോട് നീ ഹസദ് കാണിക്കുകയാണോ? يا منكر الفضل عنهم حاسدا لهم إياك والبغض عنهم مثل الشيطان ഇമാം തിബഗി തങ്ങൾ പറഞ്ഞ ബൈത്ത് ഒന്നുകൂടി ഞാൻ ഉദ്ധരിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ വഴിമാറുകയാണ്. ഇവിടെ കാര്യങ്ങളൊക്കെ എന്നെക്കാൾ വിശദമായി ധാരിമിയുണ്ട്. ഞാൻ അദ്ദേഹത്തോടൊപ്പം പലപ്പോഴും സ്റ്റേജിൽ പങ്കെടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ വളരെ വസ്തുനിഷ്ഠമായി നിങ്ങളെ കാണിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്താനിരിക്കുന്ന സദസ്സിന് ഞാൻ ദൈർഘ്യം കാണിക്കുന്നില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹാഫിളൂൻ എന്ന ആയത്ത് കൊണ്ട് ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഈ സമസ്ത ആദർശ വിശദീകരണ സമ്മേളനത്തിൽ സമകാലിക വിഷയങ്ങളും പ്രതിപാദിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യപ്രഭാഷണം നടത്തുന്നതിനു വേണ്ടി അഹ്ലുസുന്നയുടെ കർമ്മ പോരാളി ഉസ്താദ് അലവിധാരവി കൊഴിമണ്ണ ഈ വേദി അഭിസംബോധന ചെയ്തു. അധ്യക്ഷന് വേണ്ടി ഉസ്താദ് അവരുടെ സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, മഹാന്മാരായ സാദാത്യങ്ങളെ, കാരണവന്മാരെ, പ്രതികൂലമായ ഈ കാലാവസ്ഥയിലും ഈ പരിശുദ്ധമായ ആദർശ സമ്മേളനം ശ്രവിക്കാൻ വേണ്ടി ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള നല്ലവരായ നാട്ടുകാരെ, യുവജന സുഹൃത്തുക്കളെ, മറ്റു ശ്രോതാക്കളെ,
നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഘോരമായൊരു പ്രസംഗം നടത്താനുള്ള സാഹചര്യമല്ല എനിക്കുള്ളത് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മുസ്ലിമീങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പെരിച്ചായിന്റെ മാടയിൽ പുകടുന്ന മാതിരി എവിടെയെങ്കിലും വന്നിട്ട് പുകടുക, എന്നിട്ട് ആ നാട്ടിലെ മനുഷ്യന്മാരെ മുഴുവൻ തസ്വീഷാക്കുക, ആ നാട്ടിൽ ഫിത്നയുണ്ടാക്കുക, കുറെ നുണ പറയുക, ആ നുണക്ക് കുറെ സർഹ ചെയ്യുക. അങ്ങനൊരു സാഹചര്യം നാടിന്റെ നാനാഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരു കളവ് 40 പ്രാവശ്യം ആവർത്തിച്ചാൽ അത് സത്യമാകുമെന്നൊക്കെ ആരൊക്കെ എവിടെയൊക്കെ എഴുതി വെച്ചത് യാഥാർത്ഥ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് മറുഭാഗത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെ വേദനാജനകമായ ഒരു വിഷയമാണ്. ഏതായാലും ഇവിടെ പറഞ്ഞ ചില വിഷയങ്ങളെ സംബന്ധിച്ച് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടുകൂടെ മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിലെ ഉസ്താദായിരുന്ന ബഹുമാനപ്പെട്ട എരമംഗലം ഉസ്താദ് വഫാത്തായ വിവരം ഈ സമയത്ത് അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ പാപങ്ങളൊക്കെ അല്ലാഹു തആല വിട്ടുകൊടുത്തു മാഫാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു മഹാനവറുകളുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അതുപോലെ ഇന്നിവിടെ ഒരുമിച്ചുകൂടിയ ഈ പുരുഷാരത്തേക്കാൾ 10 മടങ്ങ് ആളുകൾ നമ്മുടെ ഈ പരിപാടി ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന വസ്തുതയും ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് കേൾക്കാനും നല്ലതിലായി ജീവിക്കാനും അവസാനം ഈമാനോടുകൂടെ സന്തോഷത്തോടുകൂടെ യാത്ര പറയാനുമുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രം കേരളീയ സമൂഹത്തിൽ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമുള്ളതുപോലെ സമസ്തയുടെ ചരിത്രങ്ങൾ എല്ലാവർക്കും വളരെ വസ്തുനിഷ്ഠമായി അറിയാവുന്നതും എന്തിനാണ് ഈ മഹിതമായ സംഘടന രൂപീകരിച്ചതെന്നും എന്താണ് ഇതിന്റെ പശ്ചാത്തലമെന്നുമൊക്കെ എല്ലാവർക്കും വളരെ വസ്തുനിഷ്ഠമായി അറിയാം. എന്നാലും നാടിന്റെ പല ഭാഗങ്ങളിലും സമസ്തയിൽ നിന്ന് മാറി നിന്ന് പോയ ആളുകൾ, മാറ്റി നിർത്തപ്പെട്ട ആളുകൾ വരികയും പച്ചക്കളവുകൾ നാടുകളെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ സാഹചര്യം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിക്കുകയും അതിന്റെ യഥാർത്ഥ വക്താക്കളായി ജീവിച്ച് അവസാനം ഈമാനോടുകൂടെ മരിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. നമ്മൾ ആലമുൽ ബർസഖിൽ ആലമുൽ അർവാഹിൽ നിന്ന് യാത്ര പുറപ്പെട്ടവരാണ്. ആലമുൽ അർവാഹിൽ യാത്ര കഴിഞ്ഞ് ആലമുൽ ദുനിയയിലെത്തി, ഇനി ആലമുൽ ബർസഖിലെത്തി, അവിടെ നിന്ന് ആലമുൽ മഹ്ശറിലെത്തി, അവസാനം ആലമുൽ ജന്നയിൽ എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ മാറ്റിത്തിരുത്തുകയും മാറ്റിമറിക്കപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം കേരളത്തിന്റെ മണ്ണിൽ സംജാതമായപ്പോഴാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. എപ്പോഴും നമ്മൾ പറയാറുള്ളത് പോലെ സംഘടനയ്ക്ക് മറുസംഘടന എന്ന നിലക്കോ അതല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ മോഹിച്ചുകൊണ്ടോ സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടിയോ അല്ല ഈ സംഘടന രൂപീകരിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇന്നത്തെ അനിഷേധ്യനായ അമരക്കാരൻ മഹാനായ ശൈഖുന പോയക്കുട്ടി ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകുമാറാകട്ടെ. മഹാനവറുകൾ വ്യക്തമായി പറയുന്നുണ്ട് എന്തിനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചിട്ടുള്ളത്. മഹാനവറുകൾ അത് പറയട്ടെ, എന്നിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയങ്ങൾ നമുക്ക് പറയാം. സഹാബത്തിന്റെ കാര്യത്തിന് ശേഷം നമ്മുടെ കേരളത്തിൽ ദീനിന് വേണ്ടി പ്രവർത്തിച്ച് മഹ്ദൂം കുടുംബത്തിൽ പഴയ കാലത്തിന്റെ വലിയ വലിയ പണ്ഡിതന്മാരും അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളുമാകും ധാരാളം ആളുകൾ. ഇങ്ങനെയുള്ള മഹാന്മാരെ പ്രവർത്തനം ഇല്ലാതായി പോയപ്പോൾ ഇവിടെ ബിദഈ പ്രസ്ഥാനക്കാരുടെ കടന്നു കയറ്റി ഇവിടെ മുജാഹിദ് ജമാഅത്ത് പോലെയുള്ള ബിദഈ പ്രസ്ഥാനക്കാർ, അതുമായി തന്നെ പിഴച്ച തെരീക്കത്തുകാർ, അവരുടെ പിന്നിൽ ജനങ്ങൾ അണിനിരക്കാൻ തുടങ്ങി. അതേ സമയത്ത് അള്ളാഹുവിന്റെ ദീനിനെ രക്ഷിക്കേണ്ട കടമ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ജനങ്ങളിൽ
പ്രചരിപ്പിക്കേണ്ട കടമ പണ്ഡിതന്മാർ കണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അക്കാലത്തുള്ള മഹാപണ്ഡിതന്മാര് മഹാനായ ബരക്കൽ മുല്ലക്കോയത്തങ്ങൾ അള്ളാഹുവിന്റെ വലിയാണ്, ആരിഫാണ്, മഹാപണ്ഡിതനാണ്. എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ആൾ. അദ്ദേഹത്തിന്റെ കീഴിൽ പണ്ഡിതന്മാരെല്ലാവരും അദ്ദേഹത്തിന്റെ അധ്യക്ഷ യോഗം ചേർന്ന് ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. ആ സംഘടനയാണ് ഇപ്പൊ സമസ്ത കേരള ജുമിഅത്ത്. 86 കൊല്ലം മുതൽക്ക് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മഹത്തായ സംഘടനയാണ് സമസ്ത. ഈ സമസ്ത മഹത്തായ സംഘടന അതിന്റെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആൾക്കാരൊക്കെയും സൂഫി വര്യന്മാരും അതുമാതിരി തന്നെ കൽബ് ശുദ്ധിയാവരും വിജ്ഞാനത്തിന്റെ സമുദ്രങ്ങളിൽ ബർക്കത്തിന്റെ സംഘടന. ഈ സംഘടന നിലനിൽക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം, എല്ലാവരും അതിന്റെ പിന്നിൽ അണിനിരക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ ഉപദേശിക്കുകയും ചെയ്യാൻ. ഈ മഹിതമായ സംഘടന രൂപീകരിച്ചത് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ വികലമാക്കപ്പെടുന്നൊരു സാഹചര്യം വന്നപ്പോൾ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മഹാന്മാരായ പണ്ഡിതന്മാരുടെ വാക്കുകളുമൊക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് ഭൗതികമായ ജീവിതത്തെ താൽപര്യങ്ങൾക്ക് വേണ്ടി പലരും പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് തങ്ങളുടെ ദൗത്യം തങ്ങൾ നിർവഹിച്ചില്ലെങ്കിൽ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരുമെന്ന ഉത്തമ ബോധ്യമുണ്ടായിരുന്ന ആ കാലഘട്ടത്തെ ഔലിയാക്കന്മാരായ മുഖ്ലിസീങ്ങളായ പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ ദീന് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചിട്ടുള്ളത്. ഒരു കാര്യം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമസ്ത എന്ന പേരിൽ മറ്റൊരു സംഘടന ഉണ്ടായി മാറിപ്പോയ ആളുകൾ അള്ളാഹുവിനെ വിചാരിച്ച് നെഞ്ചത്ത് കൈവച്ച് ആഖിറത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. മഹാന്മാരായ ഔലിയാക്കന്മാരാ രൂപീകരിക്കപ്പെട്ട ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റും ശംസുൽ ഉലമ സെക്രട്ടറിയുമായിരിക്കെ അതിൽ നിന്ന് 6 ആളുകൾ മാറിപ്പോയി. ആ മാറിപ്പോയത് സന്തോഷമാണെന്നും ഞങ്ങൾ അതിൽ സന്തോഷിക്കുന്നു എന്നും ഞങ്ങൾക്കത് അല്പം പോലും ദുഃഖമില്ല എന്നും പിന്നീട് നിങ്ങൾ എഴുതി വെച്ചതിൽ നമ്മൾക്ക് വളരെയേറെ വേദനയുണ്ട്. കണ്ണിയത്ത് ഉസ്താദിന്റെ പക്കൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു, ശംസുലുലയുടെ പക്കൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൽ സന്തോഷിക്കുന്നു, പാണക്കാട് തങ്ങന്മാരുടെ പക്കൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു എന്ന് നിങ്ങൾ എഴുതിയതിലും നിങ്ങൾ പറഞ്ഞതിലും നമ്മൾക്ക് വളരെയേറെ വേദനയുണ്ട്. ഇതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ഇതാണ് നിങ്ങളുടെ ഉള്ളിലിരിപ്പെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ വലിയൊരു പാതകം നിങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ നോക്കൂ, 2002 സെപ്റ്റംബർ മാസം പുറത്തിറങ്ങിയ സുന്നി വോയിസ് സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ പ്രധാന ഭാഗം കാണാം. 2002 സെപ്റ്റംബർ മാസം പുറത്തിറങ്ങിയ സുന്നി വോയിസിൽ കാന്തപുരത്തിന്റെ ഒരു പ്രസംഗം ലേഖനമായി കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഹെഡിങ് കാണാം, ആദർശ ജാഗരണത്തിന്റെ നാളുകൾ. ആദർശ ജാഗരണത്തിന്റെ നാളുകൾ എന്നൊരു ഹെഡിങ്ങിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രസംഗം ലേഖനമാക്കി കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിൽ കൊടുത്തിട്ടുള്ളത്? തീർത്തും ആദർശാധിഷ്ഠിതമായ ആ വഴിപിരിയലിൽ നാം സന്തോഷവാന്മാരാണ്. തീർത്തും ആദർശാധിഷ്ഠിതമായ വഴിപിരിയൽ. കണ്ണിയത്ത് ഉസ്താദും നമ്മളും തമ്മിൽ ആദർശപരമായിട്ടാണ് വഴിപിരിഞ്ഞത്. ശംസുൽ ഉലമയും നമ്മളുമായി ആദർശപരമായിട്ടാണ് വഴിപിരിഞ്ഞത്. ഈ 2 ആളുകൾക്കും ആദർശം നഷ്ടപ്പെട്ടുപോയി, നമ്മൾക്കാണ് ആദർശമുള്ളത്. അങ്ങനെ ആദർശാധിഷ്ഠിതമായ ആ വഴിപിരിയലിൽ നാം സന്തോഷവാന്മാരാണ്. നമുക്ക് ഒട്ടും ദുഃഖിക്കേണ്ടതില്ല. സമസ്തയുടെ പ്രഖ്യാപിത നയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നവരുമായി കൂടിയിരുന്ന് ദീനിനെ തകർക്കുന്നതിനേക്കാൾ നല്ലത് ഇത്തരമൊരു വഴിപിരിയലായിരുന്നു. കണ്ണിയത്ത് ഉസ്താദിന്റെ കൂടെ ഇരുന്നാൽ അള്ളാന്റെ ദീന് തകർന്നു പോകും. ശംസുൽ ഉലമയുടെ കൂടെ ഇരുന്നാൽ അള്ളാന്റെ ദീന് തകർന്നു പോകും. അവരുടെ കൂടെ ഇരുന്ന് ദീനിനെ തകർക്കുന്നതിനേക്കാൾ നല്ലത് അവിടെ നിന്ന് മാറിപ്പോരലാണെന്ന് 2002 സെപ്റ്റംബർ മാസം പുറത്തിറങ്ങിയ സുന്നി വോയിസിൽ നിങ്ങൾ വളരെ വ്യക്തമായി എഴുതുകയും പിന്നീട് അത് മാറ്റി തിരുത്തൽ കൊടുക്കുകയോ ചെയ്തിട്ടില്ലാത്തിടത്തോളം കാലം നിങ്ങളുടെ മനസ്സിലിരിപ്പ് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ അള്ളാന്റെ പരിശുദ്ധമായ ദീനല്ല നിങ്ങൾക്ക് വിഷയം, നിങ്ങൾക്കിവിടെ ആദർശമല്ല വിഷയം, നിങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തല്ല വിഷയം, നിങ്ങൾക്ക് ആഖിർ വിജയമല്ല വിഷയം. നിങ്ങൾക്ക് ഈ ഭൗതികമായ ലോകത്ത് സുഖസുന്ദരമായി ജീവിച്ച് ഇവിടെ അടിപൊളിയായി ജീവിച്ച് അങ്ങനെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന് അങ്ങനെ ഒരു സുഖലോലുപതയിൽ ജീവിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ബുദ്ധിയുള്ളവൻ, തലക്ക് വെളിവുള്ളവൻ, മൂക്ക് കീപ്പട്ടുള്ളവരാണ് ഞങ്ങൾ കണ്ണിയത്ത് ഉസ്താദിന്റെ അരികിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിൽ സന്തോഷിക്കുന്നു എന്ന് എഴുതുമോ? നിങ്ങൾ ആലോചിക്കണം. ഇങ്ങനെയൊക്കെ എഴുതിയാലും അവർ പ്രസംഗിക്കുമ്പോൾ പറയാറുള്ളത് ഞങ്ങൾ കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയും ആളുകളാണ് എന്നാണ്. പക്ഷെ അത് പറയുക എന്നത് തങ്ങൾക്ക് നിലനിൽപ്പിന് ആവശ്യമാണ്.
ഞങ്ങൾ കണ്ണിയത്ത് ഉസ്താദിന്റെ കുറക്കി ഞങ്ങൾ കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും അറിയുന്നത് സമുദായത്തിന്റെ മുമ്പിൽ സ്ഥാനമാനങ്ങൾ കിട്ടാൻ ആവശ്യമാണ്. നേരെ മറിച്ച് തങ്ങൾ അവരെ എതിർക്കുന്നവരാണെന്ന് പറഞ്ഞാൽ ആളുകൾ തങ്ങളിൽ നിന്ന് മാറിപ്പോകുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ന് പ്രസംഗങ്ങളിൽ മുഴുവനും കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും ഞങ്ങളുടെ ആളുകളാണെന്ന് പറയുന്നത്. എത്രത്തോളം അറിയങ്ങള് ഈ കഴിഞ്ഞ മർക്കസ് സമ്മേളനം കഴിഞ്ഞല്ലോ കാരന്തൂരിൽ വെച്ച്. ആ മർക്കസ് സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം നടക്കുന്നതിന്റെ തൊട്ടുമുമ്പ് നടന്ന മതപ്രഭാഷണ പരിപാടിയിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞ എന്താ അറിയങ്ങള്, ഇങ്ങനൊന്നായാ പോരാ, ഉസ്താദുമാരുടെ കുരുത്തവും പൊരുത്തവും നമുക്ക് ആവശ്യമുണ്ട്. നമ്മളും പറയുന്നത് അതാണ്. ഉസ്താദുമാരുടെ കുരുത്തവും പൊരുത്തവും ഇല്ലാത്തിടത്തോളം കാലം നമ്മൾക്ക് ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും രക്ഷപ്പെടാൻ കഴിയില്ല. ആ വിഷയം പേരോട് സഖാഫി തന്നെ പറയട്ടെ. ഞാൻ പറഞ്ഞ മൂപ്പരെ പറഞ്ഞ മാതിരിയാവൂല. ഉസ്താദുമാരെ പൊരുത്തമില്ലാതെ, ആലിമീങ്ങളെ പൊരുത്തമില്ലാതെ, സാലിഹീങ്ങളെ പൊരുത്തമില്ലാതെ ഹബീബായ നബി തങ്ങളുടെ സമീപത്തെ പ്രസംഗം തുടങ്ങിയത് മുതൽ അവസാനം വരെ നുളോളിയാണ്. പക്ഷെ കഷായത്ത് കൂട്ടാൻ ഒരു ഔൺസ് കണ്ണുനീര് കിട്ടൂല. അതാ ഞാൻ പറഞ്ഞു മുപ്പര് പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞാലാവൂല എന്ന് പറയാൻ കാരണം സമീപത്തെ പ്രവേശനമില്ല കേട്ടോ. അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ഉസ്താദുമാരുടെ ഗുരുവര്യന്മാരുടെ പൊരുത്തമില്ലാതെ അള്ളാന്റെ റസൂലുള്ളാഹിലേക്ക് എത്താൻ പറ്റൂല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാന്തപുരത്തിനും കാന്തപുരത്തിന്റെ അനുയായികൾക്കും പുണ്യപ്രവാചകന്റെ സാമീപ്യം ലഭിക്കില്ല എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? എങ്ങനെ അങ്ങനെ ഒരു അർത്ഥം കിട്ടിയത്? കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയും പക്കൽ നിന്ന് ഇറങ്ങിപ്പോന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു, ഞങ്ങൾക്കതിൽ ദുഃഖമില്ലെന്ന് നിങ്ങൾ എഴുതുക വഴി ഈ ഉസ്താദുമാരുടെ കുരുത്തവും പൊരുത്തവും ഇല്ലെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധി ആവശ്യമില്ല. അങ്ങനെ ഉസ്താദുമാരുടെ കുരുത്തവും പൊരുത്തവും ഇല്ലെങ്കിൽ അള്ളാന്റെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് എത്താൻ കഴിയില്ലെന്നും അവിടെ സാമീപ്യം ലഭിക്കില്ലെന്നുമാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞിട്ടുള്ളത്. അറിയില്ലേ, അതൊരു നിയമമല്ലേ? യൂണിറ്റിന്റെ കത്തില്ലാതെ, അതേ സോണിന്റെയും സർക്കിളിന്റെയും സപ്പോർട്ടില്ലാതെ, ജില്ലാ കമ്മിറ്റിയുടെ റെക്കമെൻഡ് ഇല്ലാതെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് പാസ്സാകുമോ? പാസ്സാകൂല. അതങ്ങനത്തെ എല്ലാവർക്കും അറിയാലോ. അപ്പൊ അടിയിൽ മല്ലാക്കാന് ഗുരുത്വം വേണം, പിന്നെ മദ്രസന്ന് പഠിപ്പിച്ചോലെ ഗുരുത്വം വേണം, പിന്നെ ദർശന്ന് പഠിപ്പിച്ചോലെ ഗുരുത്വം വേണം. അങ്ങനെ കിട്ടി അങ്ങനെ മേലുള്ളവരെ ഗുരുത്തം ആദ്യം തന്നെ മേലുള്ളവരെ ഗുരുത്വം കിട്ടൂല. അപ്പൊ ആദ്യം തന്നെ അടിയിന്ന് ഗുരുത്വം തുടങ്ങണം. വില്ലേജ് ഓഫീസ് ഉറപ്പിടാതെ, തഹസിൽദാർ വിവരമറിയാതെ കലക്ടർ നിങ്ങൾക്ക് ഒപ്പിട്ട് തരുമോ? തരൂല. അതിപ്പോ എല്ലാവർക്കും തീരുമല്ലോ. അപ്പൊ റസൂലുള്ളാഹിന്റെ കുടുംബങ്ങളെ കുരുത്തവും പൊരുത്തമില്ലാതെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് എത്താൻ കഴിയൂല. എങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്ത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ മദതും ലഭിക്കണമെങ്കിൽ അവിടുത്തെ അനന്തരക്കാരായ ആലിമീങ്ങളെ പൊരുത്തം വേണം. അങ്ങനെ പറയും. അപ്പൊ റസൂലുള്ളാഹിന്റെ മദത് ലഭിക്കണമെങ്കിൽ അവിടുത്തെ അനന്തരക്കാരായ അഹ്ലുബൈത്തിന്റെ കുരുത്തം വേണം. ഇന്ന് നമ്മൾ കേട്ടിടത്തോളം, ചരിത്രം പഠിച്ചിടത്തോളം പാണക്കാട് സാദാത്യങ്ങൾ റസൂലുള്ളാഹിന്റെ അഹ്ലുബൈത്താണ് എന്നതിൽ രണ്ടഭിപ്രായമില്ല. അപ്പൊ റസൂലുള്ളാഹിന്റെ മദത് ലഭിക്കണമെങ്കിൽ അവിടുത്തെ അനന്തരക്കാര് കുരുത്തം വേണം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പാണക്കാട് സാദാത്യങ്ങളുടെ കുരുത്തവും പൊരുത്തവും ഇല്ലാതെ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദത് ലഭിക്കില്ല എന്നാണ് അദ്ദേഹം ഈ പറഞ്ഞതിന്റെ താല്പര്യം. അവിടുത്തെ സന്താന പരമ്പരയിലുള്ള സയ്യിദന്മാരെ പൊരുത്തം വേണം, മുതഅല്ലിമീങ്ങളെ പൊരുത്തം വേണം. അവിടുന്ന് യതീമായി വളർന്നതുകൊണ്ട് തന്നെ യതീം മക്കളെ പൊരുത്തം വേണം. യതീം മക്കളെ കായ് മാത്രം പോലെ ഒരു പൊരുത്തം വേണം. ഇതൊക്കെ കിട്ടിയാൽ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് എത്താൻ പറ്റൂ എന്നാണ് ഇക്കഴിഞ്ഞ മർക്കസ് സമ്മേളനത്തിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പ്രസംഗിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ പ്രസംഗിച്ചത് പിരിവിന് വേണ്ടിയല്ല, ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഈ പറഞ്ഞതിനടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ പ്രസംഗിച്ചതും ഈ എഴുതിയതും തമ്മിൽ ഏത് രൂപത്തിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്? അപ്പൊ ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ പൊരുത്തവും അഹ്ലുബൈത്തിന്റെ പൊരുത്തവും ഈ വർത്തമാന കേരളത്തിലെ ചരിത്രങ്ങൾ, കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ ചരിത്രങ്ങൾ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്കതുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്കറിയാം
ഈ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലുണ്ടായ സംഭവവികാസങ്ങൾ, ഈ അടുത്ത കാലങ്ങളിലുണ്ടായ സംഭവവികാസങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ കേരളീയ സമൂഹത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്കും അതിന്റെ കീഴ്ഘടകങ്ങൾക്കും ഏറ്റവും നല്ല ഒരു സുവർണ കാലഘട്ടമാണ്. ആളുകൾ സമസ്തയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കാൻ ഇപ്പൊ നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്തൊരു സഖാഫിയാണ്. ഇങ്ങനെ സഖാഫികൾ വരി വരിയായി തല മൂത്തതും തല നിരച്ചതും ചെറുതും വലുതുമായിട്ട് ഇങ്ങനെ സഖാഫികൾ സമസ്തയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ പലർക്കും വേവലാതിയാണ്. അതുകൊണ്ടാണ് കള്ളു കുടിച്ച കുരങ്ങനെ തേള് കുത്തിയെന്ന് സാധാരണ പറയാറുള്ളത് പോലെ ഇവരുടെ ഒരു പ്രവാചകനുണ്ട്, കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമി. സാധു തങ്ങളുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് ആളുകൾ ഇങ്ങനെ കടന്നു വന്നപ്പോൾ അതിനൊരു തടയിടാൻ വേണ്ടി അദ്ദേഹം പല ഭാഗങ്ങളിൽ നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇപ്പോൾ നമ്മൾ പല വേദികളിലും അത് പറഞ്ഞപ്പോൾ ആളുകൾ അയാളെ കൊണ്ട് തിരുത്തിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അല്ലാഹു അഅലം. എന്താണ് അദ്ദേഹം പറയുന്നത്? നിങ്ങള് ഇവിടെ രണ്ട് സംഘടനയുണ്ട്. ആ രണ്ട് സംഘടനയിൽ ഒന്ന് മറുഭാഗത്തുള്ള സമസ്തയാണ്. നമ്മളെ പറ്റിയാ പറഞ്ഞ മറുഭാഗത്തുള്ള സമസ്ത. ഈ മറുഭാഗത്തുള്ള സമസ്തക്കാർ പട്ടിപ്പാല് പോലെയാണ്. പട്ടിപ്പാല് എന്ന് പറഞ്ഞാല് ഹൗലും കരയിൽ ടേപ്പ് വെച്ചമായി പട്ടിന്റെ ഔട്ടിൽ മുലണ്ടാവും. ആ മുലയിൽ നിറയെ പാലുണ്ടാകും. ആ പാല് പട്ടിക്കും പട്ടിന്റെ കുട്ടിക്കും മാത്രമേ ഉപകാരപ്പെടുള്ളൂ. നേരെ മറിച്ച് ഞങ്ങൾ പശുവിൻ പാലാണ്. പശുവിൻ പാല് മൂല്യർക്കും പറ്റും, സ്വാമിക്കും പറ്റും, എല്ലാവർക്കും പറ്റുന്ന പാലാണ് പശുവിൻ പാല്. അതുകൊണ്ട് ഞങ്ങൾ പശുവിൻ പാലും മറുഭാഗത്തുള്ളത് പട്ടിപ്പാലുമാണ് എന്ന് കൂറ്റമ്പാൽ അബ്ദുറഹ്മാൻ ദാരിമി സംസാരിക്കുന്ന ഭാഗം ഒന്ന് കേൾക്കി. എന്നിട്ട് നമുക്കൊന്ന് പറയാം. രണ്ട് വിധത്തിലാണ് അത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. നമ്മുടെ നാടുകളിലൊക്കെ വളർത്തുന്ന ഒരു ജീവിയാണ് പട്ടി. പട്ടി പ്രസവിച്ചു കുട്ടികൾ ഇഷ്ടം പോലെ. പട്ടിക്ക് അല്ലാഹു തആല കൊടുത്തിരിക്കുന്ന പാലാണെങ്കിലോ ഹൗലും കരികൾ ടാപ്പ് വെച്ച മാതിരി വരി വരിയായി. പക്ഷേ പട്ടിയുടെ പാല് പട്ടിക്കും പട്ടിന്റെ കുട്ടിക്കും മാത്രം. ഇതുപോലെ നിഅമത്ത് കൊടുത്തിരിക്കുന്ന ആളുകൾ അപ്പുറത്തിരിക്കുന്നുണ്ടാകും. കണ്ടോങ്ങള്, ഇതുപോലെ നിഅമത്ത് കൊടുത്തിരിക്കുന്ന ആളുകൾ അപ്പുറത്തുണ്ട്. ഇയാൾ ആരെ പറ്റിയായി പറയണത്? ആരെ പറ്റി ഇയാളീ പറയണത്? മരണപ്പെട്ടുപോയ സമസ്തയുടെ ആലിമീങ്ങളെ പറ്റി. ഹയാത്തുള്ള ചെറുച്ചേരു ഉസ്താദിനെ പോലെ, കോയക്കുട്ടി ഉസ്താദിനെ പോലെയുള്ള ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ മഹത്തുക്കളായ പണ്ഡിത വരേണ്യരെ പറ്റിയാണ് പട്ടിപ്പാലി എന്ന് പരസ്യമായി പറഞ്ഞിട്ടുള്ളത്. അയാളൊക്കെ തലയെ കെട്ടിട്ട് ഓയിൽ കൊണ്ടുകൊണ്ട് ആന കെട്ടാൻ മാത്രം വലിപ്പുണ്ട്. ഇങ്ങനെയുള്ള മൂല്യമാർ, പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ ഈ രൂപത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ വിമർശിക്കുന്നത് എന്തിനാണ്? ഇവിടെ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് പോലെയുള്ള ഒരു വിദ്യാർത്ഥിന്റെ കക്ഷികളും ഈ രൂപത്തിൽ സമസ്തക്കാർ പട്ടിപ്പാല് പോലെയാണെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ വാക്കും ഒരു പ്രയോഗിച്ചിട്ടില്ല. അപ്പൊ സമസ്തക്കാർ മുഴുവനും പട്ടിപ്പാല് പോലെയാണ് എന്നിട്ട് ആണെങ്കിലോ ഹൗലും കരികൾ ടാപ്പ് വെച്ച മാതിരി വരി വരിയായി. പക്ഷേ പട്ടിയുടെ പാല് പട്ടിക്കും പട്ടിന്റെ കുട്ടിക്കും മാത്രം. ഇതുപോലെ നിഅമത്ത് കൊടുത്തിരിക്കുന്ന ആളുകൾ അപ്പുറത്തിരിക്കുന്നുണ്ടാകും. എന്നാൽ നാം വളർത്തുന്ന മറ്റൊരു ജീവിയാണ് പശു. പശു പ്രസവിച്ചു നോക്കുമ്പോൾ ഇത്രയൊന്നും അതിന് സൗകര്യങ്ങളില്ല. ആകെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന നാലിലേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, ആ നാരണത്തിൽ നിന്ന് പാല് ചുരത്തിയപ്പോൾ അത് ആർക്കെല്ലാമാണ്? നമ്പൂരിക്കും പറ്റും, നായർക്കും പറ്റും, ഡോക്ടർക്കും പറ്റും, രോഗിക്കും പറ്റും, അത് തങ്ങൾക്കും പറ്റും, മൊയ്യാർക്കും പറ്റും, അത് ഷേഖിനും പറ്റും, മുരീദിനും പറ്റും, അത് കുരുക്കൾക്കും പറ്റും, ശിഷ്യനും പറ്റും. ആർക്കാണ് ആ പശുവിൻ പാല് പറ്റാത്തത്? ആർക്കെങ്കിലും കേടുണ്ടോ? പാല് പറ്റൂലേ? മോര് കുടിച്ചോളിനാളെ. ഇനി മോര് പറ്റൂലേ? തൈരാക്കിക്കോളി. തൈര് പറ്റൂലേ? വെണ്ണയാക്കിക്കോളി. ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് അള്ളാഹു കൊടുത്തിരിക്കുന്ന നിഅമത്തുകളെല്ലാം പശുവിൻ പാല് പോലെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും പാലായിട്ടും തൈരായിട്ടും മോരായിട്ടും വെണ്ണയായിട്ടും ഇപ്പൊ നോളജ് സിറ്റി പൊടിയായിട്ട് കൊടുക്കുകയാണ്. നോളജിന്റെ പൊടിന്റെ കഥ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. അപ്പൊ ഏതായാലിരിക്കട്ടെ, ഈ രൂപത്തിൽ റേഞ്ച് വിട്ട് പ്രസംഗിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, പാളയത്തിൽ ശക്തമായ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പാളയത്തിൽ ശക്തമായ അടി നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി വന്ന വടശ്ശേരി ഹസൻ മുസ്ലിയാർ, എനിക്ക് അയാളെയും അറിയാം, അയാൾക്ക് എന്നെയും അറിയാം.
പഴയ കാലത്തെ പ്രസംഗിച്ചു വെച്ച് പഠിച്ചു വെച്ച ഒരു മേറ്ററുണ്ട്. ആ മേറ്റർ ഇങ്ങനെ അത് A to Z വരെ അതങ്ങനെ പിന്നെ കളിക്കാരുടെ പന്തൽ കളിക്കാരുടെ അനൗൺസ്മെന്റ് പോലെ അതിങ്ങനെ തീരും വരെ അവതരിപ്പിക്കുക എന്നല്ലാതെ ഈ പുതിയ കാലഘട്ടങ്ങളിലെ സംഭവവികാസങ്ങളെ പറ്റി പഠിക്കാനൊക്കെ നിങ്ങളെപ്പോലെയുള്ള പ്രഭാഷകന്മാരൊക്കെ തയ്യാറാകണമെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താറുള്ളത്. ഇയാൾ പഴയ കാലത്തെ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പുസ്തകങ്ങളെ പരിഹസിക്കുന്ന ആളാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ വടശ്ശേരി ഹസ്സൻ മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ അലിഫും ബാവും പഠിച്ചത്, ഖുർആൻ ഓതി പഠിച്ചത്, നിസ്കാരം പഠിച്ചത്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് പഠിച്ചത് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങളിലൂടെയാണ് എന്ന സാമാന്യമായ ബോധം മനസ്സിലാക്കുന്നത് നല്ലതാണ്. അല്ലേ? ഇവിടെ വന്ന് സമസ്തയുടെ ആലിമീങ്ങളൊക്കെ തെറി പറയുമ്പോൾ, ചീത്ത പറയുമ്പോൾ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കേണ്ടതില്ലേ? വടശ്ശേരി ഹസ്സൻ മുസ്ലിയാർ ഒരിക്കൽ അദ്ദേഹത്തിന്റെ നാട്ടിലൊരു പള്ളിപ്പിരിവിനും പോയ കഥ പറയാനുണ്ട്. അതൊന്നും പരിപൂർണമായി ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. പള്ളിപ്പിരിവിനെ നാട്ടുകാർ പറഞ്ഞയച്ചു. വടശ്ശേരി എന്നത് അമേരിക്കയിലല്ലല്ലോ, അവിടുന്ന് വിളിച്ചാൽ കേൾക്കുന്ന സ്ഥലല്ലേ. അങ്ങനെ പള്ളിപ്പിരിവിന് വേണ്ടി പോയി. അങ്ങനെ പിരിവൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോ പെരപ്പണി തീർന്നു, പള്ളിപ്പണി തുടങ്ങിയില്ല. പെരപ്പണി തീർന്നു, പള്ളിപ്പണി തുടങ്ങിയില്ല. അങ്ങനെ ഇയാളെ നാട്ടുകാരും കമ്മിറ്റിക്കാരൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താപ്പത് നിങ്ങൾ പള്ളിപ്പിരിവിന് വേണ്ടി പറഞ്ഞിട്ട് പെരപ്പണിയാണല്ലോ തീർന്നത്. അപ്പൊ ഇയാൾ പറഞ്ഞു, റെസീറ്റ് പോകുന്ന വൈക്കുന്ന വിമാനത്തിൽ കീപ്പിട്ട് പോണതാണ്. അപ്പൊ കമ്മിറ്റിപ്പെട്ട ഒരാൾ പറഞ്ഞു, ഉണ്ടാവുകാത്ത വലിയ ഭാഗ്യമായി പോയി. അന്ന് റെസീറ്റല്ല വീണ് പോയത്, റെസീറ്റ് വീണതുകൊണ്ട് പള്ളിക്ക് പിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ പോയി അതിന്റെ പെരക്ക് പിരിച്ചു. ഈ രൂപത്തിൽ പണപ്പിരിവ് നടത്തി, ഈ രൂപത്തിൽ കള്ളത്തരം നടത്തിയ ആളാണ് ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി വന്ന വടശ്ശേരി ഹസ്സൻ മുസ്ലിയാർ. ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങളെ പരിഹസിക്കുമ്പോൾ സാമാന്യമായി സാന്ദർഭികമായി നമ്മൾ പറയാറുള്ളത് പോലെ നിങ്ങളുടെ പുസ്തകത്തിലുള്ള ഒരുപാട് നേരമൊടുക്കോളം പറയാനുണ്ട്. ഒരൊറ്റ കാര്യം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനെ പറ്റില്ലെന്നും സുന്നത്യമാകത്തില്ലാത്ത ബോർഡാണെന്നും പറഞ്ഞ് മാറിപ്പോയി ഒരു സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയ നിങ്ങളുടെ പുസ്തകത്തിന് ചെറിയൊരു ഉദാഹരണം മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ, നിങ്ങൾ സ്ക്രീനിൽ 4B സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്കൊരു 1990 പുറത്തിറങ്ങിയ ഇവരുടെ 5ാം ക്ലാസ്സിലെ പുസ്തകത്തിന്റെ ഒരു പേജാണ്. 1990 പുറത്തിറക്കിയ ഫിഖ്ഹിലെ 5ാം തരത്തിലേക്ക് തയ്യാർ ചെയ്ത ഫിഖ്ഹിലെ 17ാമത്തെ പേജ്, അദ്ദർസു താസിഉ 9ാമത്തെ പാഠം, അഹ്കാമുൽ ഹൈളി വൻ നിഫാസി, ഹൈളിന്റെയും നിഫാസിന്റെയും ഹുക്കുമുകൾ എന്ന ഹെഡിങ്ങിൽ ഒരു പാഠം. യഹ്റുമു ബിൽ ഹൈളി വൻ നിഫാസി 11 അംറ, ഹൈള് നിഫാസ് കൊണ്ട് 11 കാര്യങ്ങൾ ഹറാമാകും. 1. അപ്പൊ ഹൈള് നിഫാസ് ഉണ്ടായാൽ 11 കാര്യങ്ങൾ ഹറാമാകും. 1 അസ്വലാത്തു നിസ്കാരം, 2 അസ്സുജൂദു സുജൂദ് ചെയ്യൽ, 3 അൽ ഖുതുബത്തു ഖുതുബയോദൽ, 4 അത്വവാഫു തവാഫ് ചെയ്യൽ എന്ന് പറഞ്ഞങ്ങനെ നമ്പറിട്ട് എണ്ണീട്ടുണ്ട്. ഹൈളും നിഫാസുമുള്ളവർക്ക് ഖുതുബയോദൽ ഹറാമാകുന്നു. സുബ്ഹാനല്ലാഹ്, ഇത് പുസ്തകത്തിൽ അച്ചടിച്ചു വന്നു, കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി. ഞമ്മക്ക് ഇതെങ്ങനായിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ അത് വനക്കും പാന്തു ഏച്ചുട്ടിയമാരി ഇത് ഒക്കണില്ല. ഹൈളു നിഫാസ് ഉള്ളവർക്ക് ഖുതുബയോദൽ ഹറാമാണെന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഹൈളു നിഫാസ് ഉണ്ടാകൽ പെണ്ണുങ്ങൾക്കാണ്. അപ്പൊ ആ പെണ്ണുങ്ങൾക്ക് ഖുതുബോദൽ ഹറാമാണെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ ഇങ്ങനെ പള്ളി പോകേണ്ടി വരുമല്ലോ എന്നാണല്ലോ ഇതിന്റെ അർത്ഥം. അതല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഖുതുബോദൽ ആണുങ്ങളാണ്, ആണുങ്ങൾക്ക് ഹൈൾ ഉണ്ടാകേണ്ടി വരും എന്നൊരു അർത്ഥത്തിന് വരും. സുബ്ഹാനല്ലാഹ്, ഇത് വന്നപ്പോൾ നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ നേതാക്കന്മാർ പ്രസംഗങ്ങളിൽ ശക്തമായി ഇതിനെപ്പറ്റി പറഞ്ഞു. അങ്ങനെ 1999 ഇവർ രണ്ടാമത് തിരുത്തിയിട്ട് പ്രസിദ്ധീകരിച്ചു. തിരുത്തി പ്രസിദ്ധീകരിച്ചപ്പോ അതിനേക്കാൾ മത്തമ്പള്ളിയിലുള്ള കാല് കുടുങ്ങിയമാർ അതിനേക്കാൾ അടങ്ങാറായി. എന്തടങ്ങേറാണ്? നിങ്ങൾ ഇതാ തിരുത്തിയ പുസ്തകം നിങ്ങൾക്ക് ഇവിടെ കാണാം. 1999 70ാമത്തെ പേജ്, അദ്ദർസുൽ ഹാദി അശറ 11ാമത്തെ പാഠം, മാ യഹ്റുമു ബിൽ ഹദസി, അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ എന്നിങ്ങനെ എഴുതിയിട്ട് നേരെ താഴെ നോക്കി ഹൈള് നിഫാസ് കൊണ്ട് 11 കാര്യം ഹറാമാകും. 11ൽ നിന്ന് 1 അങ്ങോട്ട് ഒഴിവാക്കിയപ്പം 12 കാര്യമായി. നിങ്ങൾക്ക് കൃത്യമായി തിരിയില്ല. അത് തീരാണെങ്കിൽ വലിയ കിതാബ് ഓതണം. ഹൈള് നിഫാസ് കൊണ്ട് ഹറാമായ കാര്യങ്ങൾ 11. ആ 11ൽ നിന്ന് അൽ ഖുതുബത്ത് എന്നുള്ളതാണ് ഒഴിവാക്കി. അങ്ങനത്തെ പിന്നത്തെ പുസ്തകത്തിൽ അച്ചടിച്ചു വന്നപ്പോൾ വയഹ്റുമു ബിൽ ഹൈളി വൻ നിഫാസി 12 അംറ, 11ൽ നിന്ന് 1 പോയപ്പോൾ 12 എണ്ണമായി.
മക്കളെ ഇത് ഒരിക്കലും ഇത് ലെവലായി കിട്ടും നിങ്ങൾക്ക് തോന്നണ്ട. കാരണം ഇത് മഹാന്മാരായ പണ്ഡിതന്മാരുടെ മഹാന്മാരായ സാദാത്യങ്ങൾക്കെതിരെ ഭൗതികമായ താല്പര്യങ്ങൾക്കും ഭൗതികമായ ലോകത്തെ സുഖജീവിതത്തിനു വേണ്ടി തട്ടിക്കൂട്ടിയിട്ടുള്ള പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ തീരുള്ള പരസ്പരം ഇണക്കമില്ലായ്മയും ചെയ്യാവുന്ന നാൾ വരെ വന്നുകൊണ്ടിരിക്കും. അതാണ് ഇന്ന് നമ്മൾ വർത്തമാന സാഹചര്യത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ്. അതുകൊണ്ട് നമുക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനെ നിലനിർത്തുകയും യഥാർത്ഥമായ സുന്നത്ത് ജമാഅത്തിന്റെ ശരിയായ അഖീദ ഇവിടെ നിലനിർത്തുകയും ചെയ്യലാണ് നമ്മുടെ ബാധ്യതയെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പിന്നിൽ അച്ചടക്കമുള്ള അനുയായികളായി, അച്ചടക്കമുള്ള പ്രവർത്തകന്മാരായി, നേതൃത്വത്തെ അംഗീകരിക്കുന്ന പ്രവർത്തകന്മാരായി, ഉസ്താദുമാരെ ആദരിക്കുന്ന പ്രവർത്തകന്മാരായി മുന്നോട്ട് പോവുക എന്നതാണ് നമ്മൾ കരണീയമായിട്ടുള്ളത് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടേത് തകരാൻ പോകുന്ന ഒരു കപ്പലാണ്. അതിന്റെ പലകകൾ പല ഭാഗത്തും ഇളകിക്കൊണ്ടിരിക്കുന്നു, പല ഭാഗത്തും ആണികൾ ഇളകി വെള്ളമുള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. അതൊരു പക്ഷേ മുകളിലത്തെ തട്ടിൽ നിൽക്കുന്നവർ അറിഞ്ഞില്ലെന്ന് വരാം. താഴെ തട്ടിലെ പലകകൾ ഇളകി അവിടെ ആണികൾ ഇളകി പതുക്കെ പതുക്കെ കുറേശ്ശെ കപ്പലിലേക്ക് വെള്ളം കയറാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന വസ്തുത അറിയാതെ SSFന്റെ പ്രവർത്തകന്മാർ അറിയാതെ പോകരുത് എന്ന് സാർ. നോക്കൂ, നിങ്ങൾ എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കുക, എങ്ങനെങ്കിലും പണം സമ്പാദിക്കുക, എങ്ങനെങ്കിലും സുഖസുന്ദരമായിട്ട് ഇവിടെ ജീവിക്കുക, അത് കുറെ കള്ളത്തരങ്ങൾ പറഞ്ഞുണ്ടാക്കുക. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ അവസാനമായി ഒരു മസ്റ പ്രൊജക്ട് തുടങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദമായ വിവരം ഞാൻ പറയും. മസ്റ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ പശു വളർത്തുന്നുണ്ട്. അതിന്റെ പൂർണ്ണമായ രൂപം അദ്ദേഹം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. നമ്മൾ പറഞ്ഞാൽ അതുപോലെ ആവില്ല. പശു വളർത്തുക, ചാണം വിൽക്കുക, പാല് വിൽക്കുക, പുല്ലുണ്ടാക്കുക, ആട് വളർത്തുക, ഒഴിവുള്ള സഖാഫികളൊക്കെ ആടിനെ പോറ്റുക, അങ്ങനത്തെ ചെറിയൊരു പ്രൊജക്ട് 4 കോടിയുടെ ഒരു പദ്ധതി അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിന്റെ രൂപം, എത്രയാണ് അതിന്റെ ഷെയർ എന്നൊക്കെ അദ്ദേഹം പറയും. അടുത്ത ദിവസത്തിൽ പശു വളർത്തലിലേക്ക് ₹100 സംഭാവന എന്ന് പറഞ്ഞ് ഒരു ഫ്ലക്സ് ബോർഡ് നിങ്ങൾക്ക് ഈ അങ്ങാടിയിൽ കാണാവുന്നതാണെന്നും ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലിരിക്കട്ടെ, കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഈ സാഹചര്യങ്ങളിലൂടെയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടാകുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾക്കറിയാം, ഒരു കാലത്ത് നമ്മൾ ഈ പ്രസംഗിക്കുന്നതിനൊക്കെ നമ്മൾ ഈ പറയുന്നതിനൊക്കെ വലിയ മാറ്റം നമുക്കുണ്ടായിട്ടുണ്ട്. 2 വർഷം മുമ്പ് നാടുകളിൽ മുഴുവനും യൂണിറ്റുകളിൽ മുഴുവനും ഇവർ പ്രത്യേകമായ ഒരു അച്ചടിച്ച് ഒരു റെസീറ്റ് അച്ചടിച്ച് സ്വലാത്ത് കയറ്റി അയക്കുന്നു എന്ന് പറഞ്ഞു അല്ലെ? അങ്ങനെ പ്രൊജക്ട് തുടങ്ങിയിരുന്നു. ഓരോ നാട്ടിലുള്ള ആളുകൾ സ്വലാത്ത് ചൊല്ലി വിളിച്ച് അങ്ങോട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇനി അടുത്ത റബീഉൽ അവ്വൽ വരുമ്പോഴേക്ക് ആ ഒരു പരിപാടി പറ്റ നിന്നു പോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ആ നോട്ടീസ് ഒന്ന് നിങ്ങൾ കാണാം. ഉൾപ്രദേശത്തുള്ള ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലുള്ള ആളുകളൊന്നും ഇവരുടെ ഈ തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ടാകില്ല. നിങ്ങൾ നോക്കൂ, നിങ്ങൾ 1 കോടി സ്വലാത്ത് മദീനയിലേക്ക് SYS മീലാദ് കാമ്പയിൻ എന്താണ് അതിന് ചെയ്യേണ്ടത് നോക്ക്. നിങ്ങൾ താഴ്ഭാഗത്ത് കാണാം. ഒന്ന്, ഈ പ്രൊജക്റ്റിൽ SYS മീലാദ് ക്യാമ്പയിന്റെ നേതൃത്വം നടക്കുന്ന ഈ പ്രൊജക്റ്റിൽ ഹുബ്ബുർ റസൂൽ ക്ലബിൽ അംഗമാവുക. പലജാതി ക്ലബ്ബ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതൊരു പുതിയൊരു ക്ലബ്ബാണ്, ഹുബ്ബുർ റസൂൽ ക്ലബ്ബ്. ആ ക്ലബിൽ അംഗമാവുകയും താഴെ കാണുന്ന നമ്പറിൽ ചൊല്ലിയ സ്വലാത്ത് വിളിച്ചറിയിക്കുകയും ചെയ്യണം. അങ്ങനെ ചൊല്ലിയ സ്വലാത്ത് ആ നമ്പറിലേക്ക് വിളിച്ചറിയിച്ചാൽ ആ സ്വലാത്ത് 1 കോടിയായി കഴിഞ്ഞാൽ ആ സഖാഫി നേരിട്ട് ആ സ്വലാത്ത് റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്,
ഇങ്ങനെ നോട്ടീസ് ഇറക്കിയത് മാത്രമല്ല, അതിന്റെ പേരിൽ ഈ നോട്ടീസ് എഴുതിയ ഈ സ്വലാത്തിന് എണ്ണം എഴുതിയ ഈ റെസീറ്റ് അവരെ ഏൽപ്പിക്കുന്ന സമയത്ത് ഇത് കയറ്റി അയക്കാനുള്ള ചാർജും കൂടെ കൊടുക്കണം. നമ്മൾ ആലോചിച്ച് നോക്കണം. അള്ളാഹുവിന്റെ ദീന് എവിടെയൊക്കെ വിൽക്കാൻ പറ്റുമോ അവിടെയൊക്കെ വിറ്റ് കാശുണ്ടാക്കുന്ന പ്രവർത്തനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബിദ്അത്തുകാർ ഇതിന്റെ പിന്നാലെ വല്ലാതെ കൂടി സുന്നത്ത് ജമാഅത്തിനെ പരിഹസിക്കാൻ തുടങ്ങി. എത്രത്തോളം നിങ്ങള് ഹുസൈൻ സലഫി അടക്കമുള്ള ആളുകൾ വളരെ മോശമായ രൂപത്തിൽ നമ്മളെ പരിഹസിക്കാൻ തുടങ്ങി. വിശദീകരിക്കുന്നില്ല. ഹുസൈൻ സലഫി പറയുന്നത് ഉള്ളതല്ല പള്ളി, പിന്നെ എന്തിനാ തന്റെ തടി വെക്കാനായിരിക്കും. അത് പക്ഷേ മുമ്പത്തെ സംസാരമാണ്. അതെന്തോ ആകട്ടെ, ഇപ്പോൾ അവസാനം പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഒരു കള്ളക്കേശം കൊണ്ടുവന്നിട്ട് അത് നബിയുടേതാണെന്ന് പറഞ്ഞിട്ട് അത് മുക്കിയ ജ്യൂസും വെള്ളവും ജനങ്ങളെ കുടിപ്പിച്ച് വിശ്വാസരംഗത്തവരെ അലസരാക്കി ഉറക്കിക്കിടത്തിയിട്ടുള്ള ആ പുരോഹിതനിപ്പോൾ വേറെ ഒരു പണിയും കൊണ്ടിറങ്ങിയിരിക്കുന്നു. ഇക്കൊല്ലം ഞാൻ എന്റെ കയ്യിൽ ഇപ്പോൾ കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുടിയിട്ട വെള്ളത്തിന് ഇക്കുറി മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടത്രേ. ആ മുടി ജ്യൂസിൽ ഞാൻ ഇത്തവണ മദീനത്തെ നബിതങ്ങളുടെ ഖബറിൻ പുറത്തുള്ള മണ്ണിന്റെ പൊടി കൂടി ഇട്ടിട്ടാ കൊടുക്കുന്നത്. കാന്തപുരം അതാ മുടിവെള്ളത്തിൽ മണ്ണും കലക്കി നബിതങ്ങളുടെ ഖബറിന്റെ പുറത്തുനിന്ന് മണ്ണ് വാരാൻ ഇയാൾക്ക് ഇങ്ങനെ വാതിൽ തുറന്നു കൊടുക്കല്ലേ അവിടെ. അതേ കളവുകൾ എത്രയാണ് ആവർത്തിക്കുന്നത്. അങ്ങനെ മദീനയിലുള്ള മണ്ണാണ്, നബിതങ്ങളുടെ ഖബറിന്റെ മീതെയുള്ള മണ്ണാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മണ്ണും കൂടി കലക്കിയിട്ട് സംസം വെള്ളവും ചേർത്തുകൊണ്ടാണ് വലിയ ചെമ്പിലേക്ക് ഈ വെള്ളം കൊടുക്കുന്നത് എന്നും പറഞ്ഞിട്ട് മുടിയില്ലതെ പൊടിയും കലക്കിയിട്ട് മുടിപൊടി വെള്ളം കൊണ്ട് തബറുക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരന്തം വിടൂല ഒരൊറ്റ മുജാഹിദും നിങ്ങളെ പ്രമാണ കൊങ്ങളെ കാച്ചിടുന്നു. നബിതങ്ങളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ ഒരു മുടിയും നിങ്ങളുടെ കൈകളിലില്ല, ലോകത്തതിന്നെവിടെയുമില്ല. കണ്ടോങ്ങള് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങളുടെ മുടി നിങ്ങളെ കൈകളിലില്ല, ലോകത്തുന്നത് എവിടെയുമില്ല. ലോകത്ത് എവിടെയും റസൂലുള്ളാഹിന്റെ മുടിയില്ലെന്ന് വ്യക്തമായി ബിദ്അത്തുകാരെ കൊണ്ട് പറയിപ്പിച്ചത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ അതിന് മറുപടി പറയേണ്ടവരാണ്. ലോകത്തെവിടെയും റസൂലുള്ളാഹി തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഷഅറ മുബാറക്ക് ഇല്ലെന്ന് പരസ്യമായി ഇവർക്ക് പറയാൻ മാത്രം ധൈര്യം കൊടുത്തത് നിങ്ങളാണ്. ഇപ്പൊ മുടിനെ പറ്റിയത് മിണ്ടാട്ടില്ല. എന്താ കാരണം ഇൻഷാ അല്ലാഹ് പറയൂ. ലോകത്തതിന്നെവിടെയുമില്ല. ഉണ്ടെങ്കിൽ ഹാതൂ ബുർഹാനക്കും ഇൻ കുൻതും സാദിഖീൻ. സത്യം പറയുന്നവരാണെങ്കിൽ കൊണ്ടുവായോ തെളിവ്. എന്താ തെളിവ്? നബിതങ്ങൾ ആർക്ക് മുടി കൊടുത്തു, അവിടെ നിന്ന് ആർക്ക് മുടി കിട്ടി എന്ന കൃത്യമായി നിങ്ങളുടെ വശം എത്തിയ മുടിയുടെ സനദൊന്നു പറയോ. സനദ് എന്നത് ഇന്ന് അമുസ്ലിം പത്രപ്രവർത്തകർക്ക് പോലും അറിയാവുന്നതായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് നാടൊട്ടാകെ പണം പിരിച്ച കള്ളക്കേശം, അതേ അതുകൊണ്ട് സമൂഹത്തെ വഞ്ചിക്കാൻ സമ്മതിക്കില്ല. നബിയുടേതല്ലാത്ത ഒന്ന് നബിയുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ നിന്ദിക്കാൻ മുസ്ലിമീങ്ങൾ സമ്മതിക്കൂല. ആവർത്തിച്ചോർമ്മപ്പെടുത്തുന്നു. കേന്ദ്രവും പള്ളിയൊക്കെ നിങ്ങൾക്ക് എത്ര ഉണ്ടാക്കുക. അവിടെ ആരുടെ മുടിയും കൊണ്ടുപോയിട്ട് അട്ടിയിട്ടോ ഒരു പ്രശ്നമില്ല, തൂക്കിയിട്ടോ വനംകൊല പോലെ ഹബീബിന്റെതാണെന്ന് മാത്രം പറഞ്ഞു പോകരുത്. അതേ ഞങ്ങൾക്ക് വാശിയുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള സ്നേഹം കൊണ്ടാണിത് പറയുന്നത്. ഇനി സഹോദരന്മാരെ, നിങ്ങൾക്ക് നബിയോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ സ്വലാത്ത് നഗറുകൾ നടത്തുന്നില്ലല്ലോ. അതല്ലേ മറ്റൊരു സംശയം. നബി ഞങ്ങൾക്ക് സ്വലാത്തുണ്ട്, സ്വലാത്ത് നഗറുകളില്ല. സ്വലാത്തിന്റെ പേരിൽ ചൂഷണമില്ല. നിങ്ങളിപ്പോൾ ഒരു പരസ്യം കൊടുക്കുന്നു. എന്താണ്? 1 കോടി സ്വലാത്ത് മദീനത്തേക്ക് പാർസലേക്കാനുള്ള പരിപാടി. എല്ലാവരോടും നിങ്ങൾ പരസ്യം ചെയ്യുന്നു. ആവുന്നത്ര സ്വലാത്ത് ചൊല്ലിയിട്ട് എത്ര സ്വലാത്താ ചൊല്ലിയത് എന്ന് ആണും പെണ്ണുമൊക്കെ മുസ്ലിയാർക്ക് SMS അയക്കണം. ഖദീജക്കുട്ടി ചൊല്ലിയത് 301, അമ്മദ് കുട്ടി ചൊല്ലിയത് 401, ഫാത്തിമ ചൊല്ലിയത് 701, ജമീല ചൊല്ലിയത് 712, മുസ്തഫ ചൊല്ലിയത് 433. ഇങ്ങനെ കണക്ക് കിട്ടിയിട്ട് 1 കോടി തികഞ്ഞാൽ സഖാഫി ഉസ്താദ് മദീനത്തേക്ക് കയറ്റിവിടും പോലും
അതേ കോടിക്കണക്കിന് സലാത്ത് ഞങ്ങൾ ശേഖരിച്ച് കയറ്റി അയക്കുന്ന പോലും നിങ്ങളുടെ ഓശാരം വേണോ? മുസ്ലിമേ, എന്താ നമ്മുടെ വിശ്വാസം? ഒരു സലാത്ത് ചൊല്ലിയാൽ അതവിടെ എത്തിക്കാൻ അള്ള സംവിധാനം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് SMS അയക്കണോ? ചൊല്ലുമ്പോഴേക്ക് റബ്ബവിടെ എത്തിച്ചാൻ സംവിധാനമില്ലേ? അത് പിന്നെ നിങ്ങളുടെ SMS ഒന്ന് കിട്ടിയിട്ട് നിങ്ങളൊന്ന് കണക്ക് കൂട്ടിയിട്ട് നിങ്ങളുടെ ഓശാരത്തോടെ ഔദാര്യത്തോടെ മദീനയിലേക്ക് കയറ്റി അയക്കാൻ ഇതെന്താ തെങ്ങിൻ കട്ടയാണോ തേങ്ങാക്കൊലയാണോ കയറ്റി അയക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു? ഈ രൂപത്തിൽ ബിദ്അത്തുകാരിന്റെ പിന്നാലെ കൂടി ചുരുക്കി പറയട്ടെ, എല്ലാം കച്ചവടത്തിന് പണമുണ്ടാക്കാനുള്ള ഒരു ഏർപ്പാടായി മാറി. എല്ലാം പണമുണ്ടാക്കാനുള്ള ഒരു ഏർപ്പാടായി മാറി. വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, അള്ളാന്റെ പരിശുദ്ധമായ ദീനിന്റെ വിഷയങ്ങൾ എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ, സ്വലാത്താകട്ടെ എന്താവട്ടെ, എല്ലാം പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമാക്കി മാറ്റി. നമ്മൾക്കറിയാം, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 90 വർഷം പൂർത്തിയാകുന്നതിന്റെ വാർഷിക സമ്മേളനം 2016 നടത്തുകയാണ്. അതിനോടനുബന്ധിച്ച് ദഅവത്തിനൊരു കൈത്താങ്ങി എന്ന പേരിൽ ബൃഹത്തായ ഒരുപാട് പദ്ധതികൾ മുന്നോട്ട് വെച്ച് അതിനുവേണ്ടി കലക്ഷൻ നടത്താൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആദ്യമായിട്ടാണ് നമ്മളോട് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേരിട്ട് ഇസ്ലാം മത വിദ്യാഭ്യാസത്തോട് കളക്ഷൻ നടത്തിയിട്ടുണ്ട്, SYS നടത്തിയിട്ടുണ്ട്, SKSF നടത്തിയിട്ടുണ്ട്, ജംഇയ്യത്തുൽ മുഅല്ലിമീൻ നടത്തിയിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആധികാരികമായ മതപണ്ഡിത സംഘടന ആദ്യമായിട്ടാണ് സമുദായത്തോട് ഇങ്ങനെ ഒരു കൈത്താങ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപോലും മുടക്കാൻ ചങ്ങായിമാരെ നിങ്ങൾ കോടതിയിൽ പോയില്ല, ഉളുപ്പുണ്ട് ചങ്ങായിമാരെ നിങ്ങൾക്ക്? ഈ നാട്ടിലുള്ള ഈ സകലമാന വിഷയങ്ങൾ പിരിവ് നടത്തി അല്ലേ? ഇവിടെ നിങ്ങൾ സിമന്റ് ഫാക്ടറി ഉണ്ടാക്കുന്നതാണ് പിരിവ് നടത്തി. അബ്ദുന്നൂർ കോടിക്കണക്കിന് ഉറുപ്പിക ഇവിടെ കട്ടു. പല്ലൊന്നാക്കാൻ വേണ്ടി കോളേജ് ഉണ്ടാക്കുന്നതാണ് പിരിവ് നടത്തി. പൊന്മൾ ഇവിടെ നാട്ടിൽ സ്ഥാപനം ഉണ്ടാക്കാൻ ഒരു ലൈബ്രറി ഉണ്ടാക്കാൻ വേണ്ടി പിരിവ് നടത്തി. അവസാനം മുടിപ്പള്ളിക്ക് വേണ്ടി പിരിവ് നടത്തി. ഇതൊക്കെ പിരിവ് നടത്തിയിട്ട് ഇതിനൊന്നും ലാത്തുമ്പ വരാവാല. എന്നിട്ട് ഇതിനൊന്നൊരു തീരുമാനം ഉണ്ടാക്കാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇങ്ങനെ ഒരു ദഅവത്തിനൊരു കൈത്താങ്ങി എന്ന പേരിൽ ഒരു കണക്ഷൻ അതിനുവേണ്ടി ആഹ്വാനം ചെയ്തപ്പോൾ, സമുദായം അത് ഏറ്റെടുത്തപ്പോൾ, നെഞ്ചോടെ ഏറ്റെടുത്തപ്പോൾ, സജീവമായി നാടുകളിൽ നടന്നപ്പോൾ ഇതെങ്ങനെയെങ്കിലും മുടക്കാൻ കഴിയുമെന്ന് എഴുതിയിട്ട് കാന്തപുരത്തിന്റെ പിന്തുണയോടുകൂടെ ഒരാള് പരാതി കൊടുത്തു. ചെലവ് സഹിതം തള്ളി. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ നിങ്ങൾ പിരിച്ചതും നിങ്ങൾ ചെയ്തതുമൊക്കെ എവിടെയാണ്? അത് സമുദായത്തോടൊന്ന് പറയണ്ടേ? ബഹുമാനപ്പെട്ട മലപ്പുറത്ത് സ്വലാത്തുകൾക്ക് നേതൃത്വം നൽകുന്ന ഖലീൽ തങ്ങളെ കൊണ്ട് പരസ്യമായ യാത്രയിൽ നിങ്ങൾ പിലിപ്പിച്ചു. ആ ആസ്ഥാനം ഇന്ന് എവിടെയാണ്? ഈ യാത്ര തീരുമ്പോഴേക്ക് ആസ്ഥാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് യാത്ര കഴിഞ്ഞിട്ട് കൊല്ലങ്ങൾ പലത് കഴിഞ്ഞു. ഇന്നുവരെ ആസ്ഥാനം നമ്മൾ കണ്ടിട്ടില്ല. നിങ്ങൾ പിരിച്ച ഓരോ പൈസയുടെയും കണക്ക് സമുദായത്തോട് നിങ്ങൾ പറയും. അതൊക്കെ നമ്മൾ എത്രയോ തവണ കേട്ട അവസാനം നിങ്ങൾക്ക് ഇവിടെ കേൾക്കുമ്പോൾ മനസ്സിലാവും. മലപ്പുറം ജില്ലയിലെ 2 സ്ഥലങ്ങളുടെ ഒരു പരിപാടിക്ക് കാന്തപുരം അബൂബക്കർ മുസ്ലിം നേരിട്ട് അറബിയെ കൊണ്ടുവന്നു. അങ്ങനെ ഒരു വേദിയിൽ അറബിനെ കൊണ്ടുവന്ന കുപ്പായം കോട്ടക്കെട്ട് അറബി ഇങ്ങനെ കയറി വന്ന് സ്റ്റേജിൽ നോക്കുമ്പോൾ ഹുസൈൻ ഫൈസി എന്ന ആളുടെ സ്റ്റേജിൽ അന്ന് പ്രസംഗിക്കാൻ. ഹുസൈൻ ഫൈസി വന്ന അറബിനെ നല്ലോണം ഇങ്ങനെ നോക്കി. അറബി ഹുസൈൻ ഫൈസിനെ നോക്കി. ഹുസൈൻ ഫൈസി പറഞ്ഞു, അല്ലണ്ണ ഇജ്ജ് കല്ലാമൂല അയമുട്ടിയല്ലേ ചോദിച്ചു. ഞാൻ കല്ലാമൂല അയമുട്ടി തന്നെയാണ്. അതിന്റെ സംഗതി വിശദീകരിക്കണില്ല, സക്കാഫി പറയട്ടെ. പുളിക്കൽ റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ സമ്മേളനം നടക്കുമ്പോ കാന്തപുരം അദ്ദേഹത്തോടുകൂടെ വലിയൊരു അറബിയെയും കൊണ്ടുവരുന്നു. പുളിക്കൽ റേഞ്ച് തലക്കത്ത് വരട്ടെ. പുളിക്കൽ റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ അവരുടെ സമ്മേളനം തലക്കത്ത് വരട്ടെ. റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ സമ്മേളനം നടക്കുമ്പോ കാന്തപുരം അദ്ദേഹത്തോടുകൂടെ വലിയൊരു അറബിയെയും കൊണ്ടുവരുന്നു. കാന്തപുരവും അറബിയും സ്റ്റേജിലെത്തി. ഹുസൈൻ ഫൈസിയാണ് സ്റ്റേജിൽ സംസാരിക്കാൻ കൂടെയുള്ളത്. അങ്ങനെ ഹുസൈൻ ഫൈസി അറബിയെ കണ്ട ഉടനെ തന്നെ ഹുസൈൻ ഫൈസി ഞെട്ടിപ്പോയി. പടച്ചവരെ, കല്ലാമൂൽ അയമൂട്ടിയാണല്ലത്. അയമൂട്ടിയോട് ഹുസൈൻ ഫൈസി ചോദിച്ചു, അല്ല സഹോദര, എന്താണടാ നീ കാണിക്കുന്നത്? അയമൂട്ടി പറഞ്ഞു, എന്നെ ആരാണടാ അറിയാൻ, നീ അല്ലാതെ. ഞാൻ ഇപ്പൊ മുമ്പത്തെ പോലൊന്നല്ല, എന്റെ പല്ലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്, ഇനി ഞാൻ ആരും അറിയുകയുമില്ല.
എന്നും പറഞ്ഞുകൊണ്ട് അറബിയാണെന്ന് പറഞ്ഞുകൊണ്ട് കല്ലാമൂല ആമോട്ടിയെ ചട്ടം കെട്ടിച്ച ശൈഖുന കാന്തപുരത്തിന്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ചാരപ്പണികളും അതുപോലെ ആൾമാറാട്ട കളികളും നടത്തുന്നതിൽ ഇവർക്ക് യാതൊരു പ്രയാസവുമില്ല. ഒരിക്കൽ ഉദ്ഘാടനം ചെയ്ത പള്ളി 2 വട്ടം ഉദ്ഘാടനം ചെയ്തത് മലപ്പുറം ജില്ലയിലുണ്ട്. ചോദിക്കുമ്പോൾ പറഞ്ഞുതരാം. ഒരു പള്ളി 2 തവണ ഉദ്ഘാടനം ചെയ്തത്, ഒരു പള്ളിക്ക് ഒരു പള്ളി 2 തവണ പെയിന്റ് അടിച്ച് 2 തരത്തിലുള്ള പെയിന്റ് അടിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തത്, ഒരു പള്ളിക്ക് 2 ഉദ്ഘാടനത്തിന് ശിലാഫലകം വെച്ചത്. അതൊക്കെ നമുക്ക് പറയാനുണ്ട്. പക്ഷെ ഇത് നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നിലമ്പൂരിനടുത്ത ചോക്കാടിനടുത്ത കല്ലാമൂല എന്ന് പറയുന്ന പ്രദേശത്തെ വിദേശത്തേക്ക് എപ്പോഴും യാത്ര പോകാറുള്ള, കാന്തപുരത്തിന് കൂടെ നടക്കാറുള്ള അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ഒരാള് പറഞ്ഞ അറബി വന്നിട്ടുണ്ടാവില്ല. അപ്പൊ കിട്ടിയാലും പിടിച്ചാണ് അറബി ആക്കിയതേക്കാരം. അള്ളാഹു ആലം. ആണെന്ന് ഞാൻ പറയുന്നില്ല, ആയിരിക്കാം. എന്നിട്ട് ഇല്ല. മാത്രമല്ല മാവൂർ SSFന്റെ സമ്മേളനത്തിലും കല്ലാമൂല ആമൂട്ടി തന്നെയായിരുന്നു അറബി ഷെയ്ഖ്. സിറാജ് പത്രത്തിൽ അതിന്റെ ഫോട്ടോ വന്നതാ. ഇയാദി കളി കളിക്കുന്ന ആളുകൾ ഇതും ഇതിന്റെ അപ്പുറവും ചെയ്യുമെന്നതിൽ ആർക്കും തന്നെ സംശയിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല. കണ്ടോങ്ങള് ഈ രൂപത്തിൽ അതിൽ നിന്ന് പോകുന്ന സഖാഫികൾ തന്നെയാണ് കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്കെതിരെ മാറിപ്പോയി സംഘടന ഉണ്ടാക്കുകയും സാമ്പത്തികമായി വളരെ മോശമാക്കപ്പെട്ട രൂപത്തിൽ സാമ്പത്തിക ഇടപാടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായെ കുറിച്ച് ആക്ഷേപിക്കാൻ ഏതർത്ഥത്തിലാണ് നിങ്ങൾ മുന്നോട്ട് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ അവസാനമായി, സമയം വളരെ ചുരുക്കമാണ്, എന്റെ സാഹചര്യം വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ വേഗത്തിൽ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ് ചുരുക്കുകയാണ്. ഏറ്റവും അവസാനമായി മസ്റ പ്രൊജക്ട്. ഒരാഴ്ച കൊണ്ട് ഈ നാട്ടിലൊക്കെ ഫ്ലക്സ് വരും. ഈ പ്രൊജക്ട് പ്രഖ്യാപിച്ച് അതൊക്കെ കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം സംഘടനയുടെ ഉത്തരവാദപ്പെട്ട പലരും കാന്തപുരത്തെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങളിപ്പോ എന്ത് പണിയപ്പോ ചെയ്യുന്നത്? നമ്മളിപ്പോ ഒരുപാട് പദ്ധതികളുണ്ട്. നാട്ടിൽ കണ്ട് ഇറങ്ങിയെടുക്കാൻ കഴിയണില്ല. ഒന്ന് കഴിഞ്ഞു, അത് വരുമ്പോൾ അടുത്ത് കഴിഞ്ഞു, അത് വരുമ്പോൾ അടുത്തത് കഴിഞ്ഞു. ഇപ്പൊ അവസാനം വന്നു നോക്കുമ്പോൾ നമ്മൾ ഷാറെ മുബാറക്ക് പള്ളി എടുക്കുന്നൊക്കെ പറഞ്ഞു. അതിനൊക്കെ പിരിവടത്തി നോക്കുമ്പോൾ അതും കാണണില്ല. നോളജ് സിറ്റി അതും കാണണില്ല. അതൊക്കെ പാടൊക്കെ ഇങ്ങനെ അയലുമ കയറി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു പ്രൊജക്ട് കൂടി മുന്നോട്ട് വെച്ചാൽ അത് നാട്ടുകാർക്കിടയിൽ മാനം കൊടുവരോ. അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണമെന്ന് കാന്തപുരത്തോട് ഉത്തരവാദപ്പെട്ട ആളുകൾ പറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. ആ പദ്ധതിയുടെ രൂപരേഖ അദ്ദേഹം ഒന്ന് പറയട്ടെ. അത് വേറെ ഒരായുധവുമില്ല അർഹമുറാഹിമായ അല്ലാഹ്. ഇപ്പോൾ നിങ്ങൾ കേട്ടു ഒരു പ്രത്യേക കൃഷി സമുദായം മസ്റ. ഒരു കൈക്കോട്ടും വികാസമായിട്ട് ഇറങ്ങാൻ നിൽക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, പണ്ഡിത എന്തിന് ഈ മനുഷ്യന്മാരുടെ ഇടയിൽ മാനം കെട്ട പണിക്കുന്നതിനാ നിൽക്കുന്നത്? ഏതായാലും പ്രത്യേകം ഒരു കൃഷി ആരംഭിക്കാൻ പോവുകയാണ്. എങ്ങനെയൊക്കെ ആ കൃഷിന്റെ രൂപം? സമുദായം മസ്റ ഫാം ആരംഭിച്ചു. അതിന് ഒരുപാട് ഏക്കർ സ്ഥലം വേണം. വേണം. തുടങ്ങി പിരിവ്. അവന് മസ്റ തുടങ്ങാണ്. അതിന് കുറെ ഏക്കർ സ്ഥലം വേണം. എന്നിട്ട് അത് വിലക്ക് വാങ്ങി അതിന് കുറെ കടമുണ്ട്. ഒരു 3-4 കോടി റുപ്യ കടമുണ്ട്. അപ്പോ അതിന് കടം തുടങ്ങി. ഇത് തുടങ്ങിയിട്ടില്ല, ഇത് പ്രഖ്യാപിക്കണുള്ളൂ. അപ്പോ അതിന് കുറെ കടം വരുന്നുണ്ട്. ആ കടണ്ട് ആദ്യം പറഞ്ഞെങ്കിലേ പിന്നെ പിരിച്ചാൻ പറ്റുള്ളൂ. വല്ല SSF കേൾക്കണമെങ്കിൽ അന്നുണ്ടെങ്കിൽ ചങ്ങായിമാരെ ആലോചിച്ചോളി. നിങ്ങളെ നേതാവാണ് ഈ പറഞ്ഞത്. മസ്റ പ്രൊജക്ട് ആരംഭിക്കുകയാണ്. അപ്പോഴേക്കും കുറെ കടങ്ങളുണ്ട്. എത്ര കടങ്ങൾ? ചെറിയ സംഖ്യ ഒന്നുമല്ല. ഭൂമി വാങ്ങിയതിൽ 4 കോടിയോളം റുപ്യ ഭൂമി വാങ്ങിയതിൽ കടമുണ്ട്. 4 കോടി റുപ്യ ഈ മസ്റ, അതായത് മസ്റ എന്ന് പറഞ്ഞാൽ കൃഷിസ്ഥലം എന്നാണ്. ഈ കൃഷി നടത്താൻ ആട്, പശു, പുല്ല് കൃഷി നടത്താൻ സ്ഥലം വാങ്ങിയതിൽ 4 കോടി റുപ്യ ഇവിടെ കടമുണ്ട്. അതൊക്കെ ഈ നാട്ടുകാർ കൊടുക്കണം, അല്ലെങ്കിൽ പല നാട്ടുകാരായിട്ട് കൊടുക്കും. പക്ഷേ ആ കടം വീടുന്നത് വരെ കാത്തുനിന്നാൽ നമുക്ക് വെറുതെയായി പോകും. അതുകൊണ്ട് അവരോട് പറഞ്ഞു, കടക്കാരോടൊക്കെ പറഞ്ഞു നമ്മൾ പണി തുടങ്ങട്ടല്ലേ. അൽഹംദുലില്ലാഹ് എല്ലാവരും സമ്മതം തന്നു.
അങ്ങനെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടു. അതിന്റെ ഏറ്റവും വലിയ ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഭാഗത്ത് പശുക്കൾക്ക് തിന്നാനുള്ള പുല്ല് വളർത്തുന്ന സ്ഥലം, സക്കാത്തുകൾ പണി ചെയ്യാൻ നടക്കൂല. അപ്പൊ ഒരു ഭാഗത്ത് പശുക്കൾക്ക് പുല്ല് തിന്നാൻ വേണ്ടിയിട്ട് പുല്ലുണ്ടാക്കുന്ന സ്ഥലം കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ, പിന്നെ മറ്റൊരു സ്ഥലത്ത് പശുക്കളെ വളർത്തുന്ന സ്ഥലം, പിന്നെ വേറെ ഭാഗത്ത് പശുക്കളെ വളർത്തുന്ന സ്ഥലം, മറ്റൊരു സ്ഥലത്ത് നെൽകൃഷി ചെയ്യുന്ന സ്ഥലവും ഒരുപക്ഷെ ഉണ്ടാകും. ഏതായാലും ഇവിടുത്തെ കർഷകരൊക്കെ കഴിച്ചില്ല. ഞാൻ പണി മൂപ്പരാണ്ട് ഏറ്റെടുത്തുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് പച്ചക്കറികളുടെ സ്ഥലം. ഈ വർഷം തന്നെ അൽഹംദുലില്ലാ ഒരുപാട് പച്ചക്കറികൾ നമ്മൾ ഉണ്ടാക്കി, നമ്മുടെ പ്രവർത്തകരുണ്ടാക്കി, കുട്ടികളുണ്ടാക്കി, വിഷമില്ലാതെ. പണ്ട് ആപ്പിൾ കഴിക്കുമ്പോൾ തൊലിയോടുകൂടി കഴിക്കണം, അതിലാണ് വിറ്റാമിൻസ് ഉള്ളത് എന്നായിരുന്നു പറയാറുള്ളത്. ഇപ്പോൾ എല്ലാവരും പറയുന്ന ആപ്പിളിന്റെ തൊലി കഴിക്കാൻ പാടില്ല. എന്താ കാരണം? വിഷം ഇങ്ങനെ അടിച്ചിട്ട് കയറ്റി അതിന് പുറമെ ആ വിഷം അതിന്റെ പുള്ളി പോകാൻ വേണ്ടി മെഴുക് ഇങ്ങനെ പരത്തും ചെയ്യാം. അങ്ങനെയാണ് ആപ്പിൾ വരുന്നത്. അതുകൊണ്ട് അത് കഴിക്കാൻ കഴിയുന്നില്ല. ഓറഞ്ച് കഴിക്കാൻ കഴിയുന്നില്ല. മറ്റൊരു സാധനവും പച്ചക്കറികൾ വിശ്വസിച്ച് കഴിക്കാൻ കഴിയുന്നില്ല. ചീരയുടെ ഇല ചുരുണ്ട് കിടക്കുന്നത് കൊണ്ട് അതിലടിക്കുന്ന വിഷം എത്ര കഴുകിയാലും പോകുന്നില്ല. ഇതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് 10,000-ഓ 25,000-ഓ വരുന്ന കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഈ ചീരകളും പച്ചക്കറി സാധനങ്ങളും പാലും എല്ലാം ഇൻഷാ അല്ലാഹ് ഉണ്ടാക്കേണ്ടതാണ്. ഇന്നലെ നമ്മുടെ സ്ട്രോങ് ലൈറ്റ് ആസറാജി ഇവിടെ വന്നപ്പോ അദ്ദേഹത്തോട് ഇത് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ കാര്യം നമ്മൾ ഒരു 10 കൊല്ലം മുമ്പ് തുടങ്ങേണ്ടതായിരുന്നു ഉസ്താദേ, ഇത് നമ്മളെന്തേ താമസിച്ചു പോയി? അതേ ചോദിച്ചു. അങ്ങനെ എന്നെക്കൊണ്ട് എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു പശുവിന് 65,000 രൂപ വിലയുണ്ട്. SSFR കേട്ടോളി, ഒരു പശുവിന് 65,000 രൂപയാണ് ഒരു പശുവിന്റെ വില. അത് പിന്നെ 80,000 തിരുത്തുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത റെസീറ്റ് അടിച്ച് കാത്തിരുന്നോളൂ. പശുവിനുള്ള പിരിവിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഒരുക്കിക്കോളൂ. ഉസ്താദിന്റെ പ്രഖ്യാപനം ഞങ്ങൾ ആദ്യമേ അറിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാകില്ല. ഇതൊക്കെ നിങ്ങൾ അറിയാൻ പോകുന്നതാണ്. അങ്ങനത്തെ പശുവാണ്. അദ്ദേഹം ഉടനെ തന്നെ 3 പശു വാഗ്ദത്തം ചെയ്തു. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കാശ് അഡ്വാൻസായി തന്നു. അള്ളാഹു അത് സ്വീകരിക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. ഇപ്പോൾ നമ്മളെ താഴപ്പുറം മൊയ്തീൻകുട്ടി മുസ്ലിയാർ 2 പശുവിന് 2 ആളിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് സംഭാവന എന്തായാലും അതിട്ട് പേര് അബുഹാജി V5 അബൂബക്കർ താഴപ്പുറ, അബൂബക്കർ താഴപ്പുറ V5 അബുഹാജി എന്തായാലും അബൂജില്ല. ഓരോ പശു വാഗ്ദത്തം ചെയ്തു. അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അവരുടെ എല്ലാ പ്രവൃത്തിയിലും ഖൈറ് ചെയ്തു കൊടുക്കട്ടെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇപ്പോ ഒരു വലിയ സംഭാവനയായിട്ട് വന്നവരല്ലാന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങളെക്കൊണ്ട് കഴിയുന്ന ഭൂമിയുടെ ഒരു 5 സെന്റിന്റെ കാശോ അല്ലെങ്കിൽ 10 സെന്റിന്റെ കാശോ നിങ്ങൾ തന്നാലും നല്ലത് തന്നെയാണ്. 1 സെന്റിന് അത്രേനോടെ 1 ലക്ഷം 80 അല്ല സെന്റിന് 50,000 രൂപ. 1 സെന്റ് ഭൂമിക്ക് 50,000 രൂപ. വലിയ ആദായം. ഇവിടെയൊക്കെ എത്രയോ കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് 1 സെന്റോ 2 സെന്റോ ഭൂമികൾ നിങ്ങൾക്കിതിലേക്ക് വാഗ്ദത്തം ചെയ്യാം. പശുവിന് 60 ആയിക്കോട്ടെ തന്നെ ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അള്ളാഹുത്താല ബർക്കത്ത് ചെയ്യട്ടെ. അസീസാറ്റിന്റെ വക
2 സെന്റ് സ്ഥലം അല്ലേ? തൽക്കാലം 2 സെന്റ് സ്ഥലം അള്ളാഹുതആല ബർക്കത്ത് ചെയ്യട്ടെ. വലിയൊരു ബിസിനസ് ഉണ്ട് അവർക്ക് ചെയ്യാൻ. അത് പൂർത്തിയായാൽ എത്രയെങ്കിലും വാങ്ങിത്തരും. അള്ളാഹുതആല പൂർത്തിയാക്കി കൊടുക്കട്ടെ. അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ. വേറെയും ഒരുപാട് സഹോദരന്മാർക്ക് മാഷാ അല്ലാഹ് അഹ്ബാബനാ മിൻ സൽത്തനത്തി ഒമാൻ മാ റഅയ്തുഹും. ഏതായാലിരിക്കട്ടെ, ഈ പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞു. പിന്നീട് വലിയ കോലാഹലമായി സംഘടനക്കുള്ളിൽ പലരും നേതാക്കന്മാരെ വിളിച്ചു. നേരിട്ട് കാന്തപുരത്തിന് വിളിക്കാൻ മടിയുള്ള പലരും നേതാക്കന്മാർക്ക് വിളിച്ചു എന്നാ കേൾക്കുന്നത്. എന്താണ് ഉസ്താദ് ഈ ചെയ്യാൻ പോകുന്നത്? കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ഓരോന്ന് ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മളെ പ്രോത്സാഹിപ്പിച്ച് പണം വാങ്ങി നമ്മൾ അതിനുവേണ്ടി ആളുകളോട് തർക്കം കൂടി, കച്ചറ കൂടി, അതിനുവേണ്ടി മറുപടി വെച്ചു, വിശദീകരണങ്ങൾ വെച്ചു അവസാനം റസൂലുള്ളാഹിന്റെ പേരിൽ മുടി കൊണ്ടുവന്നു. ആ മുടി അതായത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് ഉസ്താദ് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് ഏറ്റെടുത്തു. പിന്നെ അതിന്റെ പേരിൽ ഷായർ മുബാറക് വെക്കാൻ ഉത്തമമായ കേന്ദ്രം ഉണ്ടാക്കുന്നത് പറഞ്ഞു. 40 കോടിയുടെ പള്ളി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഞങ്ങളെല്ലാം വിറ്റഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് പണം തന്നു. ആ പള്ളി കാണാനില്ല, പിന്നെ പള്ളിയില്ല, പിന്നെ നോളജ് സിറ്റിയാണെന്ന് പറഞ്ഞപ്പോ അതും കാണാനില്ല. ആ വിഷമത്തിൽ നിൽക്കുമ്പോഴാണല്ലോ ഉസ്താദിന്റെ മസ്റ ട്രസ്റ്റ്, ഉസ്താദ് പശു വളർത്തൽ ഏർപ്പാട് തുടങ്ങാൻ പോകുന്നത്. ഇതിനൊക്കെ ഇങ്ങനെ പിരിവ് നടത്തി 4 കോടി രൂപയുടെ പദ്ധതി നടത്തി 20 ഏക്കർ സ്ഥലങ്ങളിൽ നടത്തുന്നു എന്ന് പറഞ്ഞു. ഒരു സെന്റിന് 50,000 രൂപയാണെന്ന് പറഞ്ഞു. ഒരു പശുവിന് 80,000 രൂപയാണെന്ന് പറഞ്ഞു. ഈ പരിപാടി നിർത്തിവെച്ചില്ലെങ്കിൽ നാളെ നമ്മൾക്ക് ആളുകൾക്കിടയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രൂപത്തിൽ മാനം കെടും. അതുകൊണ്ട് ഉസ്താദിനോട് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണമെന്നാണ് താഴെ തട്ടിലുള്ള പലരും ഇടനിലക്കാരായ നേതാക്കന്മാരോട് പറഞ്ഞിട്ടുള്ളത് എന്നാണ് നമ്മൾക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മൾക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് പറയാനുണ്ട്. അള്ളാന്റെ പരിശുദ്ധമായ ദീനെ നിലനിർത്താൻ വേണ്ടി സാത്വികന്മാരായ പണ്ഡിതന്മാരുണ്ടാക്കിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് മാറിപ്പോയി അവർക്കെതിരെ കേസ് കൊടുത്തവരെ മാനം കെടുത്തിയവർ ഇങ്ങനെ ഓരോരോ പദ്ധതികൾ കൊണ്ടുവന്ന് അവസാനം സമുദായത്തിൽ നിന്ന് മാനം കെട്ട് ഇല്ലാതെയായി പോകുന്ന സാഹചര്യമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നേരത്തെ ഇവിടെ പ്രസംഗിച്ച സഖാബി സൂചിപ്പിച്ചില്ലേ, രാഷ്ട്രീയക്കാരുടെ ഇടയിൽ പോലും വളരെ മാനം കൊടുന്ന രൂപത്തിൽ പത്രവാർത്താ മാധ്യമങ്ങൾ പോലും വളരെ മാനം കൊടുന്ന രൂപത്തിൽ ഈ മനുഷ്യരെ കൊണ്ട് കളിക്കാൻ തുടങ്ങി. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. മുനാറിലേക്ക് വാർത്താ മാധ്യമങ്ങൾ ISOSന്റെ സമ്മേളനം കോട്ടക്കൽ വെച്ച് നടത്തുക. അത് പൊതുസമ്മേളനം നടക്കുന്ന 2 ദിവസം മുമ്പത്തെ ക്യാമ്പിൽ വെച്ച് അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തക നേതാവുമായ ഹുസൈൻ രണ്ടത്താണി പറഞ്ഞു. അദ്ദേഹം ആവേശത്തോടു കൂടെ പറഞ്ഞു, ഡൽഹിയിൽ കേജ്രിവാളിനെ ജയിപ്പിച്ചത് ഉസ്താദാണ്. നമ്മളിതൊക്കെ ആലോചിക്കണം പൊന്നാര ഹബീബന്മാരെ. ഡൽഹിയിൽ കേജ്രിവാൾ എന്ന് പറയുന്ന ഈ മനുഷ്യരെ തന്റെ AAP എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ ചൂരിൽ മത്സരിച്ച കേജ്രിവാളിനെ ജയിപ്പിച്ചത് കേരളക്കാരനായ ഉസ്താദാണ്. എന്നാ പോട്ടെ, ഇതൊക്കെ കഴിഞ്ഞ് പൊതുസമ്മേളനം വരുമ്പോൾ ഉസ്താദ് പറയണ്ടേ അത് തെറ്റാണ്, ഞാൻ അങ്ങനൊന്നുമില്ല, എന്നെ കൊണ്ടല്ല ജയിച്ചത് അദ്ദേഹം പറയണ്ടേ. അദ്ദേഹം പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ വാക്കിന് പിന്താങ്ങുന്ന രൂപത്തിലാണ് പിന്നീട് അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളത്. ആ പ്രസംഗം മീഡിയക്കാർ ഏറ്റെടുത്തു. മീഡിയക്കാർക്ക് തോന്നി ഇയാൾ ഇതിനൊക്കെ പറ്റും. മീഡിയക്കാർ ആ പ്രസംഗം ഏറ്റെടുത്തു. അവര് ഡോക്യുമെന്ററി പുറത്തിറക്കി. അതൊക്കെ കാണിക്കാൻ നമുക്ക് മാനക്കേടുണ്ട്. പക്ഷേ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവരൊക്കെ ഈ രൂപത്തിൽ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ചാനലുകളിൽ ഡോക്യുമെന്ററി ആയി ഇറക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ മാനക്കേടാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഞാൻ ഇരിക്കേണ്ടിടത്തെ ഞാൻ ഇരിക്കാവൂ, നമ്മൾ ഓരോരുത്തരും ഇരിക്കേണ്ടിടത്തെ അവനവൻ ഇരിക്കാവൂ. അങ്ങനെ ഇരിക്കാതെ വരുമ്പോഴാണ് പിന്നീട് മറ്റുള്ളവർ നമ്മളെ കൊണ്ട് പന്താടുന്നത്. ആ അദ്ദേഹത്തിന്റെ അഥവാ ഹുസൈൻ രണ്ടത്താണിയുടെ പ്രസംഗവും കാന്തപുരത്തിന്റെ പ്രസംഗവും യോജിപ്പിച്ചുകൊണ്ട് പിന്നെ മീഡിയ 1 ചാനലുകാർ ഇറക്കിയൊരു ഡോക്യുമെന്ററി ഉണ്ട്. അത് നിങ്ങളൊന്ന് കാണിക്കും. ആരാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ? ഉസ്താദിനെ കുറിച്ച് മലയാളികൾക്ക് ഒരു ചുക്കും അറിയില്ല. കാരണം കാന്തപുരം ഒരു മഹാപ്രസ്ഥാനമാണ്. കാന്തപുരം സുന്നികളെ അരിവാൾ സുന്നികൾ എന്ന് വിളിച്ച് കളിയാക്കുന്നതല്ലാതെ അങ്ങ് ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാളിനെ വരെ അധികാരത്തിലേറ്റിയ കാന്തപുരത്തിന്റെ ഖ്യാതി എവിടെ കിടക്കുന്നു? പണ്ട് പൊന്നാനിയിൽ പട നയിച്ച ഹുസൈൻ രണ്ടത്താണിയാണ് ആം ആദ്മിയെ ദില്ലിയിൽ അധികാരത്തിലേറ്റിയ ഉസ്താദിന്റെ വേലകൾ പുറത്തുവിട്ടത്. രണ്ടത്താണി ചോദിച്ചു, കാന്തപുരത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ആ മനുഷ്യൻ, മഹാനായ മനുഷ്യന്റെ വായിൽ നിന്ന്
ഇത്രയധികം ഈ ലോകത്ത് ജോർജ് വാഷിംഗ്ടനെ കുറിച്ച് പറയാറുണ്ട്, എബ്രഹാം ലിങ്കനെ കുറിച്ച് പറയാറുണ്ട്. പക്ഷെ നമ്മളൊക്കെ മലയാളത്തിൽ എഴുതുന്നുകൊണ്ട് AP ഉസ്താദിന്റെ പേര് ലോകത്തൊന്നും അറിയാതെ പോവുകയാണ്. ഇവിടെ അവരൊക്കെ വലിയ ത്യാഗം സഹിച്ചു എന്നാണ് പറയാറുള്ളത്. പക്ഷെ നമുക്ക് ഉസ്താദിനെ നേരിട്ട് അറിയാമല്ലോ. ഈ ദേശീയോദ്ഗ്രഥനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഭീകരക്കെതിരെ, സാമൂഹിക സേവനത്തിന് വേണ്ടി, ദരിദ്ര വിഭാഗങ്ങൾക്ക് വേണ്ടി, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി, എന്തിനധികം ഇപ്പോൾ അവിടെ ഡൽഹിയിൽ ഒരു പുതിയ പാർട്ടിയാണ് ജയിച്ചത്. അതിന്റെ പിന്നിൽ വരെ AP ഉസ്താദ് ഉണ്ട് എന്നാണ് പലരും പറയുന്നത്. നമുക്കറിയില്ല, അള്ളാഹു ആയാലും. അപ്പൊ ഡൽഹിയിലെ കേജ്രിവാളിന്റെ പാർട്ടി ജയിച്ചതിന്റെ പിന്നിൽ വരെ AP ഉസ്താദാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കാരണം കേജ്രിവാളിന്റെ പാർട്ടി AAP അല്ല, പോലും AP അത് കരുതിയേക്കും. അല്ല, അങ്ങനെ കരുതിയിട്ടുണ്ടാവും AAP എന്ന് പറഞ്ഞപ്പോ. കാരണം അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് അവിടെ മന്ത്രിപദത്തിലേറിയ മനുഷ്യൻ അദ്ദേഹം AP ഉസ്താദിന്റെ ഏറ്റവും അടുത്ത ഒരാളാണ്, ഒരു ഹാദിമാണ് എന്നറിയാൻ കഴിഞ്ഞപ്പോൾ ഞാൻ പോലും മൂക്കത്ത് വരല്. നിങ്ങൾ മൂക്കത്തല്ല വരലച്ച് ഞങ്ങൾ നിർന്തലെ കയ്യച്ചു പോയി. കാരണം കേജ്രിവാൾ കാന്തപുരത്തിന് ഏറ്റവും അടുത്ത ഖാദിമാണ്. വെറും ഖാദിമല്ല, ഏറ്റവും അടുത്ത ഖാദിം എന്ന് പറഞ്ഞാൽ എന്താ? കട്ടൻ ചായ കൊണ്ടേ കൊടുക്കണം, ഷൂ ഒക്കെ തുടച്ചെന്നായി കൊടുക്കുന്ന ആളാണ്. ആര്? കാന്തപുരത്തിന്റെ. ആര്? കേജ്രിവാള്. എന്നിട്ട് നമ്മളൊന്നും ഉസ്താദിനെ വേണ്ടത്ര അറിഞ്ഞില്ലല്ലോ എന്നുള്ളത്. ഏതായാലിരിക്കട്ടെ, ഈ രൂപത്തിൽ വാർത്താ മാധ്യമങ്ങൾ പോലും ഈ മനുഷ്യനെ കൊണ്ട് കളിക്കേണ്ടിടത്തേക്ക് കാര്യങ്ങളെത്തി. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഇരിക്കേണ്ടിടത്തിയിരുന്നപ്പോൾ ഒരു പ്രശ്നമുണ്ടായില്ല. ശംസുൽ ഉലമ ഇരിക്കേണ്ടിടത്തിയിരുന്നപ്പോൾ ഒരു പ്രശ്നമുണ്ടായില്ല. കാളമ്പാടി ഉസ്താദ് ഇരിക്കേണ്ടിടത്തിയിരുന്നപ്പോൾ ഒരു പ്രശ്നമുണ്ടായില്ല. കോയക്കുട്ടി ഉസ്താദും ഇരിക്കേണ്ടിടത്ത് ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഞാൻ ഇടപെടേണ്ട മേഖലകളിൽ മാത്രമേ ഞാൻ ഇടപെടാവൂ. അല്ലെങ്കിൽ അവനവൻ ഇരിക്കേണ്ടിടത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ ഫുലാനുബിനും ഫുലാൻ ഇരിക്കുമെന്ന് ആരോ പറഞ്ഞതുപോലെ അവനവന്റെ മാനവും അവനവന്റെ സ്ഥാനവും ആരും നശിപ്പിച്ച് കളയരുത്. ഇതൊക്കെ മഹാ അബദ്ധമാണ്. ഇത് മഹാ അബദ്ധമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി വന്ന ഈ മുസ്ലിയാർ ബഹുമാനപ്പെട്ട സമസ്തകരണ ജമിയത്തുൽ ഉലമയെയും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും തമ്മിൽ തെറ്റിക്കുവാനും തമ്മിൽ അടുപ്പിക്കാനും വേണ്ട ഒരുപാട് സംസാരങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അതിനിടയ്ക്കത്തെ ഇവിടെ പരാമർശിച്ചൊരു വിഷയമാണ് SKSSFുകാർ മഹാനായ ശിഹാബ് തങ്ങളുടെ വാഹനം തടഞ്ഞു, ശിഹാബ് തങ്ങൾക്കെതിരെ ഘെരാവോ നടത്തി എന്നൊരു പരാമർശം ഇവിടെ നടത്തുകയുണ്ടായി. ഇതൊക്കെ നമ്മൾ എത്രയോ വേദികളിൽ പറഞ്ഞതാണ്. നമ്മൾക്കറിയാം, കോഴിക്കോട് ഖാദി ബഹുമാനപ്പെട്ട നാസർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങളുടെ ഖാദി ആരോഹണ ചടങ്ങ് കോഴിക്കോട് വെച്ച് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ആ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. മഹാനെ തങ്ങളവർകൾ പാണക്കാട് നിന്ന് കോഴിക്കോടേക്ക് പോവുകയാണ്. ആ പരിപാടിയിൽ ക്ഷണിക്കപ്പെടാതെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേരത്തെ വന്നിരിക്കുന്നുണ്ട്. ഈ വിവരം കോഴിക്കോട് സിറ്റി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ അറിഞ്ഞപ്പോൾ അതിലെ നേതാവായ SV മുഹമ്മദ് കോയയുടെ നേതൃത്വത്തിൽ ഏതാനും മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ശിഹാബ് തങ്ങളെ വഴിയിൽ കാത്തുനിന്നു. തങ്ങളവറുകൾ വന്നപ്പോൾ തങ്ങളോട് പറഞ്ഞു, പൊന്നു തങ്ങളെ, നിങ്ങളിപ്പോൾ അങ്ങോട്ട് പോയാൽ നിങ്ങളെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുത്ത് വീഡിയോ എടുക്കാൻ കാന്തപുരം അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുകൊണ്ട് വലിയ ഒരു മുതൽക്കൂട്ടുണ്ടാക്കാൻ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കച്ചവട ചരക്കാക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കാന്തപുരത്തെ ക്ഷണിച്ചിട്ടില്ല. അദ്ദേഹം ഇതിന്റെ പിന്നിൽ വലിയൊരു ദുഷ്ടരാട്ട് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തങ്ങൾ കരുതിയിരിക്കണം. അവിടെ SKSSFുകാർ തങ്ങളുടെ വണ്ടി തടഞ്ഞിട്ടില്ല. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, എനിക്ക് ആ ഖാദി ആരോഹണ ചടങ്ങിലേക്ക് പോകണം. കുറെ സമയം തങ്ങളെ കാത്തുനിന്നു. തങ്ങളെ കാണാതെ വന്നപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവിടുന്ന് സ്ഥലം വിട്ടു. പിന്നീട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തങ്ങളുടെ ഖാദി ആരോഹണ ചടങ്ങിലേക്ക് ചെന്നു. അവിടെ ശിഹാബ് തങ്ങളും കാന്തപുരവും ഒന്നിച്ചൊരു വേദിയിൽ ഇരുന്നിട്ടില്ല എന്ന വസ്തുത നമ്മൾക്കറിയാം. ഇതാണ് വസ്തുത എന്നിരിക്കെ SKSSFന്റെ പ്രവർത്തകന്മാർ ശിഹാബ് തങ്ങളുടെ വാഹനം തടഞ്ഞു. അതുകൊണ്ട് തങ്ങളെ എതിർത്തവർ, തങ്ങളെ തടഞ്ഞവർ SKSSFുകാരാണ് എന്ന്
നിരക്കുള്ള ഒരുപാട് സംസാരങ്ങൾ ഇവിടെ നടന്നു. നമ്മൾക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ, ഹക്കായത് മാത്രമേ നമ്മൾ പറയാവൂ, ബാത്തിൽ നമ്മൾ പറയരുത്. നമ്മൾക്കറിയാം, പാണക്കാട് കുടുംബത്തോട് കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനും അവിടെ കൂടെ ഇരിക്കാനും ഇന്ന് വെമ്പൽ കൊള്ളുകയാണ്. മോനെ ആറി അത് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കോഴിക്കോട് നമ്മൾ കണ്ടിട്ടുള്ളത്, അല്ലെ? ഇടയ്ക്ക് പത്രത്തിൽ കാണാം, ഇന്നാലിന്നാള് ഹൈദരലി തങ്ങളോടുകൂടെ, ഇന്നാലിന്നാള് അബ്ബാസ് അലി തങ്ങളോടുകൂടെ, ഇന്നാലിന്നാള് മുനവ്വർ അലി തങ്ങളോടുകൂടെ എന്ന് ഫോട്ടോ കാണാം. എന്തിനാ നിങ്ങൾ ഇത്ര ബേജാറാകുന്നത്? കോഴിക്കോട് മർക്കസ് സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന മർക്കസിലെ എക്സ്പോ, ആ എക്സ്പോയോടനുബന്ധിച്ച് മർക്കസിന്റെ സമീപത്തുള്ള ഒരു പ്രൈവറ്റ് ബിൽഡിംഗിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിൽ ഊത് കടയുടെ ഉദ്ഘാടനം നടക്കുകയാണ്. പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ആ പരിപാടിയിലേക്ക് കട ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുന്നു. മഹാനായ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നു. അതിലേക്ക് ക്ഷണിക്കപ്പെടാതെ കാന്തപുരത്തിന്റെ മകനും ഏതാനും ആളുകളും ഫോട്ടോഗ്രാഫറേയുമായി വരുന്നു. ഈ വേഗത്തിൽ ഇവരുടെ കൂടെ ഇരിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ ഫേസ്ബുക്കിലും യൂട്യൂബിലൂടെയും മറ്റു ഇന്റർനെറ്റ് മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മകൻ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഇതാ സമ്മേളനത്തിന് വരുന്നു, എന്നലെ മർക്കസിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വ്യാജ പ്രചരണം അടിച്ചുവിട്ടു. സുബ്ഹാനല്ലാഹ്. വലിയ പ്രശ്നങ്ങളുണ്ടായി, സംഘടനക്കിടയിൽ വലിയ തർക്കങ്ങളുണ്ടായി. മുനവ്വർ അലി ശിഹാബ് തങ്ങൾ എന്തിനാണ് മർക്കസിലേക്ക് പോയത്? സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ തർക്കമുണ്ടായപ്പോൾ എന്താണ് ഇതിന്റെ വസ്തുത എന്നറിയാൻ വേണ്ടി ഈ കടയുടെ ഉടമയുമായി നമ്മുടെ പ്രവർത്തകന്മാർ അഭിമുഖം നടത്തി. അയാളോട് കാര്യങ്ങൾ ചോദിച്ചു, എന്താണ് ഉണ്ടായത് അദ്ദേഹം പറയട്ടെ. എന്ത് നൽകുന്നത്? കടയുടെ ഉടമയുമായി നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഈ പറയപ്പെട്ട ആരും ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളെ മാത്രമാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ശരിയാ? എന്നിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളെ മാത്രമേ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളൂ, കാന്തപുരത്തിന്റെ മകനെ ക്ഷണിച്ചിട്ടില്ല. പിന്നെ ക്ഷണിക്കാതെ ഫോട്ടോഗ്രാഫർമാരുമായി അയാൾ എന്തിനു വന്നു എന്നോ എവിടുന്ന് വന്നു എന്നോ നമ്മൾക്കറിയില്ല എന്നാണ് കടയുടെ ഉടമ പോലും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആലോചിക്കണം, എന്തിനു വേണ്ടി നമ്മൾ ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കണം? നമ്മൾ അല്ലാഹുവിന്റെ ശരിയായ ദീനിന്റെ ശരിയായ വശം പറയേണ്ടവരും അത് പറഞ്ഞു കൊടുക്കേണ്ടവരുമാണ്. ഒരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പ്രവർത്തകന്മാരും നാളിതുവരെയുള്ള അതിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ ആഖിറത്തിൽ നമ്മൾക്ക് വിജയം ലഭിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ആലമുൽ അർവാഹിൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയ ഒരു കാലഘട്ടമുണ്ടായി. നമ്മുടെ റൂഹുകളൊക്കെ ആ ആലമുൽ അർവാഹിൽ നിന്ന് നമ്മൾക്ക് അല്ലാഹു തആല കണക്കാക്കിയ നമ്മുടെ ജസദ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വരെ എത്തി. അവിടെ നിന്ന് ആലമുൽ അർവാഹിലെ റൂഹെടുത്ത് നമ്മുടെ തടിയിലേക്ക് അല്ലാഹു തന്നു. ആലമുൽ അർവാഹിൽ നിന്ന് നേരെ നമ്മൾ ആലമു ദുന്യയിലേക്ക് വന്നു. ഈ കാണുന്ന ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ആലമു ദുന്യ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രയാസകരമായ ഒരു സ്ഥലം. ഈ ആലമു ദുന്യയാണ്. ഇവിടെ നിന്ന് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ മരിച്ചുപോയാൽ ആലമുൽ ബർസഖിലേക്ക് നമ്മൾ പോകേണ്ടവരാണ്. ആലമുൽ ബർസഖ് കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ ആലമുൽ മഹ്ശറിൽ പോകേണ്ടവരാണ്. അവിടുന്ന് ആലമുൽ ജന്നയിൽ പോകേണ്ടവരാണ്. ഈ പ്രധാനപ്പെട്ട ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു കടക്കേണ്ടവരാണ് നമ്മൾ എന്നതുകൊണ്ട് ജീവിക്കുന്ന കാലമത്രയും അള്ളാഹിന്റെ പൊരുത്തത്തിലായി ജീവിച്ച്, അള്ളാഹുവിന്റെ ഇഷ്ടിലായി ജീവിച്ച്, ശരിയായ മാർഗത്തിലായി ജീവിച്ച്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് താങ്ങും തണലുമായി നിന്ന് യഥാർത്ഥമായ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഞാനിന്ന് ഹോസ്പിറ്റലിൽ കടന്നത്, ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്.
ഞാൻ ആ വിവരം പോലും സംഘാടകരോട് ഞാൻ പറഞ്ഞിട്ടില്ല. വരാതിരുന്നാൽ പരിപാടി മുടങ്ങുമല്ലോ എന്ന് കരുതിയിട്ട് ഉണ്ടാതിരുന്നതാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഒരു 3 സ്വലാത്ത് ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം